മത്തായി സുവിശേഷം 24-ാം അധ്യായം 32-33 വാക്യങ്ങളാണ് നാം വായിച്ച് കേട്ടിരിക്കുന്നത്. ഇവിടെ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ എന്ന യേശു പുരുഷാരത്തെയും ചുറ്റിൽ നിന്ന ശിഷ്യന്മാരെയും നോക്കി പറയുകയാണ്. ഇല തളിർക്കുമ്പോൾ, ആ അത്തിയുടെ ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ നാട്ടിൽ ആഞ്ഞിലും പിന്നെ എന്തുവാ അതുപോലുള്ള വൃക്ഷങ്ങളാണുള്ളത്. അതുകൊണ്ട് യേശു തിരുവനന്തപുരം പട്ടണത്തിലാണ് ഒരുപക്ഷെ തൻ്റെ ശുശ്രൂഷ ചെയ്തതെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കാണിച്ചേനെ. അന്ന് ഇസ്രായേലിൽ അന്നും ഇന്നും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന വൃക്ഷങ്ങളിൽ ഒന്നാണ് സ്തോത്രം അത്തി എന്ന് പറയുന്നത്. ബൈബിളിലുള്ള പ്രധാനപ്പെട്ട പല വൃക്ഷങ്ങളും ഇസ്രായേലിലുള്ളതാണ്. സ്തോത്രം മുന്തിരിയും അത്തിയും അതുപോലെ ദേവദാരുവും പല വൃക്ഷങ്ങളെക്കുറിച്ച് കാണാം. എന്നാൽ യേശു പറയുന്നു, അത്തി തളിർക്കുമ്പോൾ സ്തോത്രം നിങ്ങൾ വേനൽ അടുത്തു എന്ന് അറിയുന്നെങ്കിൽ അതിൻ്റെ രണ്ടാം ഭാഗത്ത് യേശു പറയുകയാണ്, സ്തോത്രം അവൻ്റെ വരവ് അടുക്കുമ്പോൾ ഈ അത്തിയുടെ തളിർപ്പ് യേശുവിൻ്റെ വരവിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് കർത്താവായ യേശു ഈ ഉപമ അവിടെ സംസാരിക്കുവാനിടയാകുന്നത്. ഇസ്രായേലിൽ വളരെ മനോഹരമായി വളർന്ന് പൊങ്ങി സ്തോത്ര പുഷ്ടി വെച്ച് നിൽക്കുന്ന ഒരു അത്തിവൃക്ഷമാണ് ഈ ദൃശ്യത്തിൽ നിങ്ങൾ കാണുന്നത്. ഇതുപോലുള്ളൊരു വൃക്ഷത്തെയാണ് യേശു ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത്, അത്തി തളിർക്കുമ്പോൾ സ്തോത്രം വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നത് പോലെ അത്തി തളിർക്കുന്നത് പോലെയാണ് ഈ ഭൂമിയിൽ മറ്റ് പല സംഭവങ്ങളെയും ചൂണ്ടിക്കാണിച്ച് യേശു തൻ്റെ വരവിനെ വിശദീകരിക്കുന്നത്. എങ്കിൽ ഈ കാണുന്ന അത്തി ആരെയാണ് സൂചിപ്പിക്കുന്നത്? മൂട് തുടങ്ങിക്കൊണ്ടവരെ ധാരാളം കായ്ച്ച് ഇതുപോലെ നിറഞ്ഞ് കൂടുന്ന ഒരു വൃക്ഷമാണ് അത്തി. അതിലെ പഴങ്ങൾ സ്തോത്രം എത്ര കാണാൻ മനോഹരമെന്ന് ഈ ദൃശ്യത്തിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ അത്തി എന്ന് പറയുന്നത് സാധാരണമായ ഒരു അത്തി അല്ല. ഇത് ഇസ്രായേലിനെയാണ് യേശു സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിനെയാണ് യേശു ഇവിടെ അത്തി എന്ന് വിളിക്കുന്നത്. എങ്കിൽ സ്തോത്രം ഹോശേയ പ്രവചനം 9-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ കഴിയും. അത്തിവൃക്ഷത്തിൽ വായിച്ചു കേൾക്കാം. ഹോശേയ 9:10 മരുഭൂമിയിൽ അത്തിവൃക്ഷത്തിൽ ആദ്യമുണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു. ഇസ്രായേലിനെ അത്തി എന്ന നിലയിൽ ബൈബിളിൽ പല സ്ഥലത്തും വിശദീകരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. സ്തോത്രം. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 11-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഈ ഇസ്രായേൽ എന്ന അത്തിയെ ദൈവം എത്ര അധികം സ്നേഹിച്ചിരുന്നെന്നും എങ്ങനെ അവരെ പരിപാലിച്ചെന്നും എങ്ങനെ ദൈവം തൻ്റെ ചിറകിൻ മറവിൽ അവരെ മറച്ചുകൊണ്ടെന്നും അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് കാണാൻ കഴിയുമെന്ന് വായിച്ച് കേൾപ്പിച്ചാട്ടെ. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് ദൈവം ചിറക് വിരിച്ച് അവനെ എടുത്ത് ഈ ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്. സ്തോത്രം. ദൈവം ചിറക് വിരിച്ച് സ്തോത്രം തന്റെ ചിറകിന്മേൽ ഇസ്രായേലിനെ വഹിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ ദൈവം തൻ്റെ ചിറകിൻ കീഴിൽ മറയ്ക്കുക മാത്രമല്ല തൻ്റെ ചിറകിൽ വഹിക്കുവാനിടയായി. അത്രയ്ക്കും ദൈവം ഇസ്രായേലിനെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന് ഈ ഭൂമിയിൽ അറിയപ്പെട്ടത് ഇസ്രായേലാണ്. ഈ ഇസ്രായേൽ ഒരു സുപ്രഭാതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത മാരകമായ ഒരു യുദ്ധത്തിൽ ഏർപ്പെടാൻ ഇടയായി. ഫെലിസ്തീയർ എന്ന ജനം ഫെലിസ്തീയർ എന്ന ശത്രുജനം ഇസ്രായേലിന് വിരോധമായി യുദ്ധത്തിന് തയ്യാറായി. ഏലാ താഴ്വരയിൽ ഫെലിസ്തീയർ ഒരു മല്ലനായ മനുഷ്യനെ കൊണ്ട് നിർത്തി. ബൈബിൾ പറയുന്നു അവൻ്റെ പേരിയാണ് ഗോലിയാത്ത്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഏകദേശം 12 അടി ഉയരവും ഏകദേശം 4 അടിയോളം നെഞ്ചിൻ്റെ വീതിയുമുള്ള
ആമേൻ സ്തോത്രം, ഏകദേശം 354 കിലോ വെയിറ്റുള്ള ശക്തി ആർജിച്ച ഒരു മനുഷ്യനായിരുന്നു ഈ ഗോലിയാത്ത്. ആ ഗോലിയാത്ത് ഏല താഴ്വരയിൽ നിന്നുകൊണ്ട് ഇസ്രായേലിനെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളിൽ കരുത്തും കഴിവുമുള്ള ഒരുവനുണ്ടെങ്കിൽ എന്നോട് പൊരുതാൻ, യുദ്ധം ചെയ്യാൻ എനിക്ക് നേരെ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേലിയർ മുഴുവനും ആമേൻ പിന്നിലോട്ട് പോയി. അവർക്ക് യുദ്ധം ചെയ്യാനുള്ള ശക്തിയും ശേഷിയുമില്ലായിരുന്നു. ശൗലിന്റെ നേതൃത്വത്തിലുള്ള ആമേൻ പട്ടാള സൈന്യം പിന്മാറി, യോദ്ധാക്കൾ പിന്മാറി, കഴിവുള്ള ആളുകളൊക്കെ പിന്മാറി നിന്നപ്പോൾ ബൈബിൾ പറയുന്നു, ആമേൻ ദാവീദ് എന്ന 4 അടി ഉയരവും 45 കിലോ വെയിറ്റ് മാത്രമുള്ള ആമേൻ സ്തോത്രം ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ച ദാവീദ് ആമേൻ ഇത്രയും ഉയരമുള്ള 12 അടി ഉയരമുള്ള ആമേൻ 354 കിലോ വെയിറ്റുള്ള ഗോലിയാത്തുമായി യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ബൈബിൾ വായിക്കുന്നവർക്കറിയാം. ആമേൻ സ്തോത്രം, ശൗലിന്റെ ധീരയോദ്ധാക്കൾ ആമേൻ അഭ്യാസം പഠിച്ചവരും കഴിവുള്ളവരാണെങ്കിലും ഈ ഗോലിയാത്തിന്റെ മുന്നിൽ നിൽക്കാൻ പറ്റാത്തത് അവരുടെ ഉള്ളിൽ ഈ ഗോലിയാത്തിനെ എതിർക്കത്തക്ക നിലയിലുള്ള ധൈര്യമോ ആമേൻ ശക്തിയോ ആമേൻ സ്തോത്രം അവർക്കുണ്ടാകാത്തത് കൊണ്ടാണ്. ദാവീദിനെ സംബന്ധിച്ച് പുറമെ അവൻ അതിനുള്ള ശക്തിയും കഴിവും ഒന്നുമില്ലെങ്കിലും അവന്റെ അകത്തളങ്ങളിൽ ദൈവത്താൽ ലഭിച്ച അഭിഷേകത്താൽ ഒരു ധൈര്യം തനിക്കുണ്ടായിരുന്നതിനാൽ താൻ ശക്തിയോടെ ഈ ഗോലിയാത്തിനോട് പൊരുതാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വാത്സല്യ സഹോദരങ്ങളെ, ഗോലിയാത്തിനെ പോലെ ഉയർന്നും പൊങ്ങിയും നിൽക്കുന്ന ചില പ്രശ്നങ്ങളുടെ മുന്നിൽ, ചില പ്രതിസന്ധികളുടെ മുൻപിൽ, ചില സാത്താനിക ശക്തികളുടെ മുന്നിൽ നിനക്ക് രാത്രി ഉറങ്ങാൻ കഴിയാതെ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ, എന്തോ ഒന്ന് അവൻ നിനക്ക് കീഴ്പ്പെടുത്താൻ കഴിയാഞ്ഞത് നിനക്ക് വിരോധമായി എതിർത്ത് നിൽക്കുന്നതിനാൽ പലപ്പോഴും നീ പരാജയപ്പെട്ട് പേടിച്ച് പിന്മാറുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാൽ ലഭിക്കുന്ന ആത്മാവിന്റെ അഭിഷേകം നിന്റെ അകത്ത് വരാമെങ്കിൽ ഏത് പ്രതിസന്ധിയെ അതിജയിക്കുവാൻ, ഏത് ഗോലിയാത്തിനെ കീഴ്പ്പെടുത്താൻ കഴിവുള്ള ദൈവത്തിന്റെ ശക്തി നിന്നിൽ നിന്ന് പുറപ്പെടുമെന്ന് ഈ രാത്രി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ കരമുയർത്തി വന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നല്ല അഭ്യാസമൊക്കെ പഠിച്ച ആരോഗ്യത്തിടകാർത്ഥരായ ഹൈറ്റും വെയിറ്റുമൊക്കെയുള്ള ആമേൻ സൈനിക ആമേൻ സ്തോത്രം എല്ലാ നിലയിലുള്ള ഉപകരണങ്ങളുമുള്ള ആമേൻ ശൗലിന്റെ പടയാളികളും കമാൻഡറും പിന്മാറി നിൽക്കുമ്പോൾ 4.5 അടി മാത്രം ഉയരമുള്ള 45 കിലോ വെയിറ്റ് ഉണ്ടെന്ന് യഹൂദ പാരമ്പര്യം പരാമർശിക്കുന്ന ഒരു കൊച്ചു ചെറുപ്പക്കാരൻ ഈ വലിയ മനുഷ്യന്റെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയുകയോ, ഇന്ന് ഞാൻ നിന്നെ പരാജയപ്പെടുത്തു, ഇന്ന് ഞാൻ നിന്നെ കീഴ്പ്പെടുത്തു, ഇന്ന് ഞാൻ നിന്നെ പൂർണ്ണമായി ആമേ ഒന്നുമില്ലാതെയാക്കുമെന്ന് വെല്ലുവിളിക്കാൻ തന്റെ അകത്ത് നിന്നു പുറപ്പെട്ട ഈ ധൈര്യത്തിന്റെ വാക്കുകൾ അത് ദൈവത്താൽ സംഭവിച്ചതെങ്കിൽ ഇന്ന് രാത്രി വാത്സല്യ സഹോദരങ്ങളെ, എൻ്റെ വീട്ടിനകത്ത്, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തോ ഒന്ന് എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയോ, എനിക്കതിനെ ജയിക്കാൻ പറ്റുന്നില്ല, എനിക്കതിനെ പരാജയപ്പെടുത്താൻ പറ്റില്ല, എൻ്റെ കുടുംബ ജീവിതം പൊളിയുമെന്ന് എനിക്ക് തോന്നുന്നു, എന്റെ തലമുറകൾ കൈവിട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നു, എന്റെ ജോലി നഷ്ടപ്പെട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നു, എന്റെ ഭർത്താവ് എന്നെ വിട്ടുപിരിയുമെന്ന് ചിലപ്പോഴെങ്കിലും എനിക്ക് തോന്നാറുണ്ട്. അതുപോലെയുള്ള ഏതോ ഒരു തീയ ശക്തി, ഒരു തിന്മയുടെ ശക്തി ഗോലിയാത്തിനെ പോലെ എനിക്ക് വിരോധമായി നിൽക്കുന്നെന്ന് അവൻ പറയുന്നതല്ലാതെ അതിനെ എതിർക്കാനുള്ള ശേഷിയില്ലാത്ത വ്യക്തിയാണ് താക്കളെങ്കിൽ ഇന്ന് രാത്രി ദാവീദിനെ ശക്തീകരിച്ച, ദാവീദിനെ ബലപ്പെടുത്തിയ, ദാവീദിന്റെ കരങ്ങൾക്ക് ബലം കൊടുത്ത ആ മഹാ ദൈവം നിന്റെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ഇന്ന് രാത്രി കർത്താവേ എന്നെ വന്ന് സഹായിക്കണമെന്ന് നീ പറഞ്ഞാൽ ഇത്രയും വലിയ ഗോലിയാത്തിനെ അവൻ നിന്നെ കൊണ്ട് പരാജയപ്പെടുത്താൻ ദൈവത്തിന്റെ അഭിഷേകം നിനക്ക് നൽകാനിടയാകും.
ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അഭിഷേകത്താൽ ദാവീദ് എന്ത് ചെയ്തെന്ന് ഈ ദൃശ്യ മാധ്യമത്തിലൂടെ നിങ്ങളൊന്ന് നോക്കണം. സമസ്ത ഇസ്രായേലിനെയും വെല്ലുവിളിച്ചു കൊണ്ടുനിന്ന ഗോലിയാത്തിനെ ഒരു ചെറിയ മിനുസമുള്ള കല്ലുകൊണ്ട് ദാവീദ് അടിച്ച് നിലത്തിട്ടു. ആമേൻ. ഫെലിസ്തീയ രാജാവും പ്രഭുക്കന്മാരും എണീറ്റ് അന്താളിച്ചു പോയി. ആമേൻ. ഫെലിസ്തീയ സൈന്യം പിന്മാറി. നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ. ഇവൻ്റെ അകത്ത് വേറെന്തോ ഒന്ന് വ്യാപരിച്ചിട്ടുണ്ട്. ആമേൻ എന്നവർ പറയത്തക്ക നിലവാരത്തിൽ ദാവീദിന്റെ കയ്യിലൂടെ വെളിപ്പെട്ട ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി നിമിത്തം വചനം പറയുന്നു, അവൻ കൊണ്ടുവന്ന വാള് കൊണ്ട് ഗോലിയാത്തിനെ തന്നെ വകവരുത്താൻ ദാവീദിന്റെ കരങ്ങൾക്ക് ദൈവം ശക്തി കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ശത്രുക്കൾ മനുഷ്യരല്ല, ജഡരക്തങ്ങളോടല്ല. ഒരു ദൈവ പൈതലിന് യുദ്ധമുള്ളത്. എന്നാൽ നിന്റെ കുടുംബത്തെ മുടിക്കുമെന്ന്, ദേശത്തിൽ പാർക്കാൻ വിടത്തില്ലെന്ന്, നീ താമസിക്കുന്ന വീട് വിറ്റ് അവിടെ നിന്ന് ഓടിക്കുമെന്ന്, അവൻ നിന്റെ കുഞ്ഞിന്റെ വിവാഹം നടക്കാൻ വിടത്തില്ലെന്ന്, ഈ സത്യ ദൈവത്തിന്റെ അരികിലേക്ക് വരാൻ നിന്നെ അനുവദിക്കത്തില്ലെന്ന് നിന്നോട് വാദിക്കുന്ന ചില ഗോലിയാത്തുമാരുടെ മേൽ ദൈവത്തിന്റെ നടപടി ഇന്ന് രാത്രിയിൽ ആമേ ഉണ്ടാകണമെങ്കിൽ നീ ദൈവത്തിന്റെ സ്വന്തം ദാവീദായി മാറണോ, നീ ദൈവത്തിന്റെ ഒരു കുഞ്ഞായി മാറണോ, ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയായി മാറാൻ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാൻ. വാത്സല്യ സഹോദരി നീ തയ്യാറായാൽ, വാത്സല്യ സഹോദര നീ തയ്യാറായാൽ, നിന്നെ സഹായിക്കാൻ കരുത്തുള്ള മഹാ ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിന്റെ അരികിൽ നിൽക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറയാമോ? ആമേൻ. സ്തോത്രം. ദാവീദ് എന്ന കൊച്ചു ചെറുപ്പക്കാരനിലൂടെ ഏലാ താഴ്വരയിൽ വെച്ച് ഫെലിസ്തീയരെ പരാജയപ്പെടുത്തി ആമേൻ ഇസ്രായേലിനെ സഹായിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എത്രയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ ചിന്തിക്കട്ടെ. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ഇങ്ങനാണ് നമ്മൾ വായിക്കുന്നത്. വായിക്കാം. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കയില്ല. യഹോവയായ ദൈവം ഇസ്രായേലിനെ നോക്കി ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യമാണ്. ആമേ. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്ന പ്രിയരെ, എപ്പോഴെങ്കിലും ഇസ്രായേൽ എന്ന ദൈവത്തിന്റെ സ്വന്തം ജനം ചരിത്രത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സമയത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് അവർ ദൈവത്തിന്റെ ആമേൻ സ്തോത്രം കൽപ്പനകളെ ധിക്കരിച്ച് ദൈവത്തിന്റെ വഴികളെ വിട്ടുവിലകി ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ എപ്പോഴൊക്കെയാണ് ദൈവത്തിന്റെ വ്യവസ്ഥിതികളെ വിട്ടവർ മാറിപ്പോയോ അപ്പോഴെല്ലാം അവർക്ക് പരാജയമുണ്ടായി. ഒരുപക്ഷെ പുതിയ നിയമത്തിലെ ഇസ്രായേൽ എന്ന് പറയുന്ന അബ്രഹാമിൻ്റെ സന്തതിയായ ക്രിസ്തുവിലൂടെ വിശ്വാസത്തിൽ വന്നൊരു വ്യക്തിയായിരിക്കാം താങ്കൾ. വിശ്വാസത്തിൽ വന്ന ശേഷം ഇടയ്ക്കിടയ്ക്കെങ്കിലും ജീവിതത്തിൽ പരാജയവും പോരാട്ടവും പ്രശ്നങ്ങളും അഭിമുഖീകരിച്ച് ആമേൻ സ്തോത്രം മുന്നോട്ട് പോകാൻ കഴിയാതെ പലപ്പോഴും പല ബന്ധപ്പാടുകൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് പരിശോധിച്ച് നോക്കണം. എന്താണ് പരിശോധിച്ച് നോക്കേണ്ടത്? ദൈവത്തിൻ്റെ വഴി വിട്ട് വിലകിപ്പോയിട്ടുണ്ടോ? ദൈവത്തോട് പറഞ്ഞ ഉടമ്പടികൾ വിട്ട് വിലകിയിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ദൈവസന്നിധിയിലെടുത്ത പ്രതിഷ്ഠകളെ മറന്നുപോയിട്ടുണ്ടോ? ആമേ. ദൈവവചനം വിട്ടേച്ച് മനം ബോധിച്ച പോലെ ജീവിക്കുകയോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ മുന്നോട്ട് പോകുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളിലേക്ക് ഇന്ന് രാത്രി ശാന്തമായിട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ ഇടയായാൽ സർവശക്തനായ ദൈവം നിങ്ങളെ പരാജയത്തിന്റെ കാരണം എന്താണെന്നോ
ശത്രു നിന്റെ കുടുംബത്തിന്റെ മേൽ തലവിരിച്ചു നിൽക്കാൻ വെല്ലുവിളിക്കാനുള്ള സാഹചര്യം എന്താണെന്നോ ദൈവം നിങ്ങൾക്കത് കാണിച്ചു തരൂ. അത് കാണിച്ചു തരുമ്പോൾ ഒന്ന് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാൻ ഒന്ന് മനസ്സ് കാണിക്കാൻ തയ്യാറായാൽ ഇന്ന് രാത്രിയിൽ ദൈവം ശാപം മാറ്റി തരും. ഹല്ലേലൂയ. അപ്പൊ ദൈവം പറയുകയാണ്, ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കണം, എങ്കിൽ മാത്രമേ ശത്രുക്കളുടെ മുമ്പ് നിൽക്കാൻ പറ്റുള്ളൂ. ശാപം നീക്കാതെ മുന്നോട്ട് പോകാൻ തയ്യാറായ ഇസ്രായേൽ എന്ന അത്തി എന്തുകൊണ്ട് ഉണങ്ങി എന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അത്തി ഉണങ്ങാൻ കാര്യം എന്താണ്? കാരണം അത്തി തളിർക്കുമ്പോൾ മനുഷ്യപുത്രന്റെ വരവ് വാതിൽക്കലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ അത്തി ഉണങ്ങിയത്? പച്ചപ്പുള്ള എല്ലാവരും കാണാൻ മനോഹരമായിരുന്ന ലോകരാജ്യങ്ങളെ പ്രകമ്പനം കൊള്ളിപ്പിച്ച അന്ന് ദാവീദിന്റെ കാലം തുടങ്ങി ഇസ്രായേലിന്റെ ചുറ്റുമുണ്ടായിരുന്ന 24 രാഷ്ട്രങ്ങൾ, അമോനിയർ, യബോരിയർ, കിർഗാസിയർ, പെലിസ്തീയർ തുടങ്ങി 24 രാഷ്ട്രങ്ങളെ സൂചിമുനയിൽ നിർത്തിയ ഇസ്രായേൽ പരാജയപ്പെടാൻ, തകർക്കപ്പെടാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഈ ഇസ്രായേൽ എന്ന അത്തി തളിർക്കാതെ ഉണങ്ങി പോകാനിടയായത്? സ്തോത്രം. അതിന് കാരണം ഇസ്രായേലിയരുടെ പാപമായിരുന്നു. ദൈവത്തിന്റെ സ്വന്തം ജനമായാലും പാപം ചെയ്താൽ ദൈവം കൂട്ടുനിൽക്കില്ല. ക്രിസ്ത്യാനിയായി ജനിച്ചൊരു വ്യക്തിയായിരിക്കാം താങ്കൾ, ഭക്തിയോടെ ജീവിച്ച ഒരമ്മ പ്രസവിച്ച മകനായിരിക്കാം താങ്കൾ, ഒരുപക്ഷെ മാതാപിതാക്കളും സഹോദരങ്ങളും കൂടപ്പിറപ്പുകളും ദൈവഭക്തിയോടെ ജീവിക്കുന്ന വീട്ടിനകത്ത് ജനിച്ച വ്യക്തിയായിരിക്കാം. അങ്ങനെയുള്ള ഒരു വീട്ടിനകത്ത് ജനിച്ചതിനാൽ പ്രത്യേക പരിഗണനകളൊന്നും താങ്കൾക്ക് ലഭിക്കുമെന്ന് ചിന്തിക്കേണ്ട. പാപം ചെയ്യുന്ന കാലത്തോളം ഒരു പരിഗണനയും ലഭിക്കില്ല. ഒരു സ്തോത്രം ചെയ്യാമോ? പാപം ചെയ്യുന്ന കാലത്തോളം പാപം ചെയ്യുന്ന ആളുകളെ സഹായിക്കാൻ ദൈവത്തിന് കഴിയില്ല. പാപം ഒഴിച്ച് സ്തോത്രം മറ്റെന്തും ചെയ്യാൻ ദൈവത്തിന് കഴിയും. എങ്കിൽ ഈ ഇസ്രായേലിയരുടെ പാപം എന്താണ്? വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ ഒട്ടനവധി പാപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു 5 എണ്ണം വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. വായിച്ചു കേൾക്കാം. ആവർത്തനങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 7-ാമത്തെ വാക്യം. നിങ്ങൾ ചെന്ന് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശം കൈവശമാക്കുവിനെന്ന് കൽപ്പിച്ചു. യഹോവ നിങ്ങളെ കാദേശ് ബർണേയിൽ നിന്ന് അയച്ചപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനയോട് മറുത്തു, അവനെ വിശ്വസിച്ചില്ല, അവന്റെ വാക്ക് അനുസരിച്ചതുമില്ല. ശ്രദ്ധയോടെ കേൾക്കണേ. ആവർത്തനം 9:7 ഇസ്രായേലിയരുടെ പാപം ദൈവം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ്. ഇസ്രായേലിയരുടെ അനുസരണക്കേടാണ് ഒന്നാമത്തെ പാപം. ദൈവം തനിക്കായി തെരഞ്ഞെടുത്ത സ്വന്തം ജനമെന്ന് സകലരോടും ദൈവം വിളിച്ചു പറഞ്ഞ് സകല രാജ്യങ്ങളുടെയും മുകളിൽ ഉയരങ്ങളിൽ ദൈവം വച്ചിരുന്ന ഇസ്രായേൽ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തോട് അനുസരണക്കേട് കാണിക്കാനിടയായി. 1 ശമൂവേലിന്റെ പുസ്തകം 15:22 രാജാക്കന്മാരുടെ കാലത്ത് ശമൂവേലിനോട് ദൈവം പറയുന്നൊരു വാക്കുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ ദൈവം പറയുന്നു, അനുസരിക്കുന്നത് യാഗത്തെക്കാളും, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നത് മുട്ടാളുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഒരമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മകൻ ആരാണ്? ഇടയ്ക്കിടയ്ക്ക് കാശ് കൊടുക്കുന്ന ആളാണോ? ഇടയ്ക്കിടയ്ക്ക് സ്തോത്ര സ്കൂളിൽ നിന്ന് നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടുവരുന്ന ആളാണോ? അവരോട് ഇഷ്ടമായിരിക്കും. പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരമ്മയ്ക്കിഷ്ടം, ഒരപ്പനിഷ്ടം അനുസരിക്കുന്ന മക്കളെയാണ്. അനുസരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമ്മയപ്പന്മാർ എന്തും ചെയ്യാൻ തയ്യാറാകും. സ്തോത്രം. അവരുടെ സ്വത്തുകൾ ഏറ്റവും കൂടുതൽ എഴുതി കൊടുക്കുന്ന കാലത്ത് ശ്രദ്ധയോടെ അധികം കൊടുക്കുന്നത് ആർക്കെന്ന് ചോദിച്ചാൽ അനുസരിക്കുന്നവർക്കായിരിക്കും. അനുസരിക്കുന്നവർക്കായി ഏറ്റവും അധികം കൊടുക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയരെ, ഇസ്രായേലിയർ ദൈവത്തെ അനുസരിച്ചില്ല.
ഈ ശബ്ദം കേൾക്കുന്ന താങ്കൾ ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തിയാണോ? അനുസരിക്കാൻ താങ്കൾ തയ്യാറാണോ? ബൈബിൾ പറയുന്നു, നീ അനുസരിച്ചാൽ ദൈവം നിന്നെ വാലല്ല തലയാക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സമൂഹത്തിൽ എല്ലാ മേഖലയിലും താങ്കൾ വാലിനെ പോലെ താണ ഒരവസ്ഥയിൽ, തകർന്ന ഒരവസ്ഥയിൽ, ഒരു ഉയരത്തിലും എത്താൻ പറ്റാതെ, ജീവിതത്തിൽ ഒരു പ്രത്യാശയ്ക്കും വകയില്ലാതെ, ശാരീരികമായി മാനസികമായി ആത്മീകമായിട്ടൊക്കെ ഒന്നും വളരാൻ പറ്റാതെ ഒരു വാലിനെ പോലെ കിടക്കുന്ന വ്യക്തിയാകാം. പക്ഷെ ഇന്ന് രാത്രി ദൈവം തമ്പുരാൻ പറയുന്നു, നീ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായാൽ നിന്റെ മക്കൾ ജീവശ്വാസം പുതിയ നിന്റെ ജീവനോടെ ഭൂമിയിൽ വച്ചിരിക്കുന്ന മഹാദൈവത്തെ അനുസരിക്കാൻ തയ്യാറായാൽ നിന്നെ വാലല്ല തലയാക്കുമെന്ന് ദൈവം പറഞ്ഞാൽ അങ്ങനെ തന്നെ ദൈവം ചെയ്യും. വാക്കുമാറാത്ത ദൈവമാണ് ഈ രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്ന ദൈവം. ഒരു സ്തോത്രം ചെയ്യാമോ? അനുസരിക്കുന്നവരെ ആശീർവദിക്കുന്ന ദൈവമാണ്. യഹോവയായ ദൈവത്തിന്റെ കൽപ്പനകളെ വിട്ട് ഇടത്തോ വലതോ വിലകാതെ സ്തോത്രം മുന്നോട്ട് ജീവിക്കാൻ തയ്യാറായാൽ ഇസ്രായേലിനോട് 28-ാം അധ്യായം ആവർത്തന പുസ്തകങ്ങളിൽ നിരത്തി പറഞ്ഞു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, ഞാൻ നിങ്ങളെ എല്ലാ ഐശ്വര്യവും കൊണ്ട് നിറയ്ക്കും, നിങ്ങളുടെ കുറവുകളെ ഞാൻ പരിഹരിക്കും. ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരി കുഞ്ഞേ, ജീവിതത്തിന്റെ നടുവിൽ തകർച്ചകളുടെ വേദനകളുടെ പ്രശ്നങ്ങളുടെ മുന്നോട്ട് പോകാൻ പറ്റാത്ത പ്രതിസന്ധികളുടെ സാക്ഷ്യം മാത്രം പറയാനുള്ളൊരു വ്യക്തിയാണോ താങ്കൾ? ഇന്ന് രാത്രി മഹാദൈവത്തെ ഒന്ന് അനുസരിക്കാൻ തയ്യാറായാൽ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി തരാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായില്ല. അനുസരണക്കേടായിരുന്നു അവരുടെ ഒന്നാമത്തെ പാപം. ആവർത്തന പുസ്തകം 9-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ബൈബിൾ ഇങ്ങനെ പറഞ്ഞു, വായിച്ചു കേൾപ്പിക്കാം. നീ മരുഭൂമിയിൽ വെച്ച് നിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചെന്ന് ഓർക്ക, മറന്നു കളയരുത്. മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഈ സ്ഥലത്ത് വന്നതുവരെയും നിങ്ങൾ യഹോവയോട് മത്സരിക്കുന്നവരാണ്. ദൈവം ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന സങ്കടം കേൾക്കണേ. ഇസ്രായേലിന്റെ രണ്ടാമത്തെ പാപം എന്തെന്നറിയണ്ടേ? ദൈവം പറയുന്നു, നിങ്ങൾ മത്സരികളാണ്. അല്ലേ? മത്സരികളാണ്. അവർ ദൈവത്തോട് മത്സരിക്കുകയാ. മരുഭൂമിയിൽ വെച്ച് ദൈവത്തെ കോപിപ്പിക്കുകയാണ്. അവരെ തെരഞ്ഞെടുത്ത വീണ്ടെടുത്ത മിസ്രയീം അടിമത്തത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന, മരുഭൂമിയിൽ വെച്ച് കഴിക്കാൻ മണ്ണ് കൊടുത്ത, കുടിക്കാൻ ദാഹജലം സമൃദ്ധിയായി കൊടുത്ത, കഴിക്കാൻ പല്ല് നിറയെ ഇറച്ചി കൊടുത്ത, സകല സൗകര്യവും ചെയ്തു കൊടുത്ത സർവശക്തനായ ദൈവത്തോടവർ മത്സരിച്ചു. ഹല്ലേലൂയ. എന്താ ഈ മത്സരം? ഇന്നത്തെ കാലത്ത് നമുക്ക് മത്സരം കാണാൻ പറ്റും, അല്ലേ? എന്താ ഈ ദൈവത്തോടുള്ള മത്സരം എന്ന് പറഞ്ഞാൽ? സ്തോത്രം. ചിലരൊക്കെ പറയാറുണ്ട്, വരുന്നിടത്ത് വെച്ച് കാണാം. ഒരു സ്തോത്രം ചെയ്യാം, അല്ലേ? സഹോദര, യേശുവിൽ വിശ്വസിക്കണം. സ്തോത്രം. യേശുവിനായി ഹൃദയം കൊടുക്കണം. ഈ തെറ്റായ വഴികളൊക്കെ നിർത്തണം. പാപം ചെയ്യുന്നത് നിർത്തണം. മദ്യപാനം നിർത്തണം എന്നൊക്കെ പറയുമ്പോൾ പലരും പറയുന്നൊരു കാര്യമുണ്ട്. അത് എന്നാന്ന് ചോദിച്ചാൽ, വരുന്നതൊക്കെ വരട്ടെ, വരുന്ന സ്ഥലത്ത് വെച്ച് കാണാം. ഇന്ന് രാത്രി വാത്സല്യ സ്നേഹിത, രക്തത്തിളപ്പുള്ളപ്പോൾ, നല്ല ആരോഗ്യമുള്ളപ്പോൾ, നല്ല സൗന്ദര്യമുള്ളപ്പോൾ, കൈനിറച്ച് പണമുള്ളപ്പോൾ, ചിലപ്പോൾ നിനക്ക് തോന്നും ഈ ഭൂമിയിൽ എല്ലാവരെക്കാളും നീയാണ് വലിയാണ്. കോവിഡ് വന്ന കാലത്ത് കാനഡയിലെ ഒരു കോടീശ്വരനെ കുറിച്ച് ഇങ്ങനെ കേട്ടു. എൻ്റെ ഒരു സ്നേഹിതനായ ദൈവദാസൻ പറഞ്ഞ അനുഭവമാണ്. സ്വർണ്ണപാത്രത്തിൽ മാത്രമേ അദ്ദേഹം വീട്ടിൽ ഭക്ഷണം കഴിക്കാറുള്ളൂ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്തോത്രം പണിയെടുത്ത ഒരാൾ നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു അത്രേ. അപ്പോൾ സ്വർണ്ണപാത്രത്തിൽ മാത്രമേ അദ്ദേഹം ഭക്ഷണം കഴിക്കാറുള്ളൂ. രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കുള്ള സ്തോത്രം ലഞ്ച്, രാത്രിയുള്ള ഡിന്നർ, അതിനുവേണ്ടി മാത്രം ആ പ്ലേറ്റ് എടുക്കും. വീട്ടിൽ ആർക്കും അത് ഉപയോഗിച്ചുകൂടാ. കോവിഡ് വന്ന കാലത്ത് സ്തോത്രം ഈ മനുഷ്യനെ തനിയായിട്ട് ഒരു അപ്പാർട്ട്മെന്റിൽ താമസിപ്പിച്ചു. കാരണം അദ്ദേഹത്തിന് കോവിഡ് വന്നു.
കോവിഡ് വന്ന കാലത്ത് സ്വർണ്ണ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കാൻ കിട്ടിയില്ല. കമുകിൻ്റെ സ്തോത്രം പാളയിലുള്ള പ്ലേറ്റാണ് അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ. അതും അടുത്ത് ഭക്ഷണം കൊണ്ടു കൊടുക്കില്ല. റോബോട്ടിക് മിഷൻ, അതിൽ ആഹാരമൊക്കെ വെച്ച് സ്വിച്ച് ഓൺ ചെയ്ത് വിട്ടാൽ ഇത് നേരെ ആ ഡോറിൻ്റെ മുന്നേ പോയി നിന്ന് അലാരം കേൾപ്പിക്കും. ഉടനെ ഡോറ് തുറന്ന് പാളയിലിരിക്കുന്ന ആഹാരവും പാളയിലുള്ള വെള്ളവും എടുത്ത് കുടിച്ചോണം. തീർന്ന ശേഷം വീണ്ടും അതിലേക്ക് വെക്കണം. ഇത് വീണ്ടും വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. പുള്ളി അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് സ്വർണ്ണ പ്ലേറ്റിൽ ആഹാരം വേണം. ലഭിക്കോ? ഹല്ലേലൂയ. നീ എത്ര കോടീശ്വരനായാലും ഒരു പൂജ്യമാക്കി നിന്നെ മാറ്റാൻ ദൈവം വിചാരിച്ചാൽ നിസ്സാരം നിമിഷങ്ങൾ മതി. ഇന്ന് രാത്രിയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ധാരാളം പണം കയ്യിൽ വെച്ച് അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണോ താങ്കൾ? ദൈവത്തിന് നന്ദിയോടെ ജീവിക്കുക. ഭൂമിയിൽ എല്ലാ ഐശ്വര്യവും സമ്പത്തും കഷ്ടപ്പെടാതെ അനുഭവിക്കാനുള്ള ഒരവസരം ദൈവം താങ്കൾക്ക് തന്നെങ്കിൽ അതിൽ നന്ദിയുള്ള വ്യക്തിയായി ദൈവത്തെ സ്തുതിക്കുകയല്ലാതെ ദൈവത്തോട് അഹങ്കരിക്കല്ലേ, ദൈവത്തോട് മത്സരിക്കരുത്. സ്തോത്രം. മനുഷ്യൻ ഹൃദയം കൊണ്ട് ദൈവത്തെ വെറുത്താൽ, ദൈവത്തോട് മത്സരിച്ചാൽ, ദൈവത്തോട് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചാൽ സ്തോത്രം, അവന് ജയിക്കാൻ കഴിയുമോ? ദൈവത്തോട് മത്സരം കാണിച്ചൊരു മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഒളിമ്പിക്സിലൊക്കെ കളിച്ചിട്ടുള്ള ഒരു ബോക്സിംഗ് ചാമ്പ്യനാണ്. അന്ന് ഒരു പ്രത്യേക പ്രോഗ്രാമിൽ വേൾഡ് ചാമ്പ്യൻസ് ഒത്തിരി പേർ നിൽക്കുന്നിടത്ത് അദ്ദേഹം കളിക്കുകയോ പ്രധാനപ്പെട്ട പല ആളുകളെയും അദ്ദേഹം പരാജയപ്പെടുത്തി അദ്ദേഹത്തിന് സ്വർണ്ണ മെഡൽ ലഭിച്ചു. സ്വർണ്ണ മെഡൽ ഇടത് കൈയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ബോക്സിംഗ് കളത്തിൽ റിംഗർ വാളിനകത്ത് ചുറ്റും നടന്ന് ലക്ഷക്കണക്കാളുകൾ കൂടിക്കിടക്കുന്ന വലിയ സ്റ്റേഡിയത്തിൽ ആ സ്വർണ്ണ മെഡൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഈ കൂട്ടത്തിൽ ഇനിയും എന്നോട് പൊരുതാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ I invite them, let them come. ഞാൻ അവരെ ക്ഷണിക്കുന്നു, അവർ വരട്ടെ. പല ടീമുകളിലെ ചാമ്പ്യന്മാർ മുന്നോട്ട് വന്നു, അദ്ദേഹത്തോട് പൊരുതി. നിസ്സാരമായി അവരെയെല്ലാം അദ്ദേഹം പരാജയപ്പെടുത്തി. അങ്ങനെ ഒട്ടനവധി ആളുകളെ പരാജയപ്പെടുത്തിയതോടെ അദ്ദേഹത്തിന്റെ പേര് എഴുതി ഉയർത്തിയും കൊടി പിടിച്ചും ആളുകൾ പറഞ്ഞു, അയ്യോ ഇവൻ എത്ര മഹാൻ, ഇവനോട് സമനായി മറ്റൊരു വ്യക്തി എതിർക്കാനില്ലല്ലോ, ഇവൻ ശക്തനാ കരുത്തനാന്ന് അദ്ദേഹത്തിന്റെ പേര് വിളിച്ച ആളുകളെല്ലാം ആരവാരം കാണിച്ചപ്പോൾ അവൻ കുറെ കൂടെ അങ്ങ് ഇളകി. വീണ്ടും ആ റിംഗർ വാളിന്റെ ചുറ്റും നടന്ന് പറഞ്ഞു, now I challenge anyone in the world who can fight with me, let them come. എന്നോട് പോരാടാൻ കഴിവുള്ള ആരെങ്കിലും ഒരാൾ ഈ ലോകത്തിലുണ്ടെങ്കിൽ വരട്ടെ. ആളുകളെല്ലാം കൈയടിച്ചു. ആരുമില്ല വരാൻ, അത്രയും കരുത്തനാണ്. അത്രയും കണ്ടപ്പോൾ കാണാം പുള്ളി അടുത്ത് പറഞ്ഞ വാക്കാണ് ചിന്തിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു, now at last I am challenging God. If there is a God in the universe, I challenge him, let him come and fight with me. ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ റിംഗർ വാളിൽ ഇറങ്ങി വരട്ടെ, ആ ദൈവത്തോട് ഞാൻ മല്യുദ്ധം ചെയ്യാൻ തയ്യാറാ. ആളുകളെല്ലാം ഭയങ്കര ശബ്ദമുണ്ടാക്കി, അയ്യോ എത്ര ഭയങ്കരൻ, ദൈവത്തെ പോലും വെല്ലുവിളിക്കത്തക്ക രീതിയിൽ കരുത്തനായ ശക്തനായ മനുഷ്യൻ റിംഗർ വാളിന്റെ ചുറ്റും നടന്ന് ആ സ്വർണ്ണ മെഡലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തെ വെല്ലുവിളിച്ച് മൈക്കിലൂടെ പറഞ്ഞു നടക്കുമ്പോൾ കാണാം പെട്ടെന്ന് അങ്ങ് അകലെ തെരുവിലോ എവിടെയോ ഓടി നടന്ന ഒരു വണ്ടിനെ തമ്പുരാൻ കാറ്റിൽ അടിച്ച് ദിശ തെറ്റിച്ച് നേരെ കൊണ്ട് റിംഗർ വാളിന്റെ അകത്തിൽ കൊണ്ടുവന്നു. ഇത് പെട്ടെന്ന് ഈ പുള്ളിയുടെ മൂക്കിനകത്ത് കയറി. ചെറിയൊരു വണ്ട് ഈ നോസ്ട്രീസിൽ ശ്വാസം വലിച്ചെടുക്കുന്ന ദ്വാരത്തിൽ ഇതങ്ങ് ബ്ലോക്ക് ചെയ്തു. ക്യാമറയ്ക്കകത്ത് അത്രയും സ്പഷ്ടമായിട്ട് തെളിയാത്തത് കൊണ്ട് പെട്ടെന്ന് ഇദ്ദേഹം താഴേക്ക് വിടുന്നതാണ് എല്ലാവരും കണ്ടത്. ശ്വാസം കിട്ടുന്നില്ല, ഓക്സിജൻ ഡൗൺ ആകുന്നു, ഹാർട്ട് ബീറ്റ് കുറയുന്നു, പെട്ടെന്ന് താഴേക്ക് താൻ ഇങ്ങനെ തളർന്നു വീണു.
അദ്ദേഹത്തെ കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. ശ്വാസം കിട്ടുന്നില്ല. ഉടനെ ആംബുലൻസിൽ കയറ്റി ഏറ്റവും വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവസാനം കണ്ടുപിടിച്ചു, മൂക്കിന്റെ നോസ്ട്രിൽസിനകത്ത് ഒരു വണ്ട് കയറിയതാ കാരണവും. അത് കണ്ടുപിടിച്ചപ്പോഴത്തേനും അത്രയും വലിയ ശക്തനായ ചാമ്പ്യൻ ലോകത്തിൽ ഇല്ലാതെ മാഞ്ഞു പോയിരുന്നു. ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്ന വാത്സല്യ സ്നേഹിത, നിനക്ക് ലഭിച്ച കഴിവുകൾ, നിനക്ക് ലഭിച്ച കരുത്ത്, നിനക്ക് ലഭിച്ച വിദ്യാഭ്യാസവും, നിനക്ക് ലഭിച്ച പണവും, നിനക്ക് ലഭിച്ച കുടുംബജീവിതവും, നിനക്ക് ഈ ഭൂമിയിൽ ലഭിച്ചിരിക്കുന്ന മറ്റാർക്കും ഇല്ലാത്ത ചിലത് ഇന്ന് രാത്രിയിൽ നിനക്ക് ലഭിച്ചെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തോട് നന്ദിയുള്ളവനായി ജീവിക്കുകയല്ലാതെ ദൈവത്തോട് മത്സരിക്കല്ലേ. ഇസ്രായേൽ ദൈവത്തോട് മത്സരിച്ചു. എങ്ങനെയാ മത്സരിച്ചെന്നറിയണ്ടേ? ദൈവത്തിന്റെ അഭിഷക്തനായ മോശയ്ക്ക് വിരോധമായി സ്തോത്രം ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ശബ്ദമുയർത്തി. സ്തോത്രം. ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഇസ്രായേലിനെ ഭംഗിയായി നിത്യതയ്ക്ക് തത്തുല്യമായി കനാൻ ദേശത്തിലേക്ക് നടത്തിക്കൊണ്ടിരുന്ന, കനാൻ ദേശത്തെ നോക്കി കരം പിടിച്ച് നടത്തിയ മോശയ്ക്ക് വിരുദ്ധമായി കൂട്ടത്തിലെ ചില തലവന്മാർ, കോരേഗിന്റെ പുത്രന്മാർ ഉൾപ്പെടെയുള്ളവർ എണീറ്റ് മോശയോട് കയർത്ത് സംസാരിക്കുകയാണ്. യഹോവയായ ദൈവം പറഞ്ഞു, നിങ്ങൾ മത്സരികളാകരുത്. എന്റെ ദാസൻ എന്റെ വേലക്കാരൻ നിങ്ങളുടെ മേൽ ഞാൻ വച്ചിരിക്കുന്ന ശുശ്രൂഷകനായിരിക്കുന്നവരോട് നിങ്ങൾ മത്സരിക്കേണ്ടവരല്ല, അവർക്ക് വിധേയമായി പോകേണ്ടവരാ. ഒരു സ്തോത്രം ചെയ്താണേ. മോശയ്ക്ക് കീഴ്പ്പെട്ടു പോകാൻ അവർ തയ്യാറായില്ല. മോശയെ ചോദ്യം ചെയ്തു. ഞങ്ങളോടും ദൈവം സംസാരിക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങയ്ക്ക് മാത്രമല്ല, ഞങ്ങൾക്കും വചനമൊക്കെ അറിയാം. ന്യായപ്രമാണത്തിന്റെ 613 നിയമങ്ങളിൽ പലതും ഞങ്ങൾക്കും അറിയാം എന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് പറയാമായിരുന്നു. അത്രയ്ക്കും കഴിവിൽ കയറി വരികയാണ്. ആത്മീകമായിട്ടൊക്കെ മെച്ചപ്പെട്ടു വരുമ്പോ ചിലർക്കൊക്കെ തോന്നാറുണ്ട്, ഇതുപോലെ അല്ലേ, എല്ലാവർക്കും അല്ലെങ്കിലും ചിലർക്കെങ്കിലും ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്, ഞാനും മെച്ചപ്പെട്ടു വരുന്നുണ്ട്. ഒരു സ്തോത്രം ചെയ്യാം. മെച്ചപ്പെടും തോറും ദൈവത്തിന് നന്ദിയോടെ ജീവിച്ചോണം. ഹല്ലേലൂയ. ഇടയ്ക്ക് അല്പസമയം ഒന്ന് സങ്കീർത്തനം പറയാനോ ഒന്ന് വചനമൊക്കെ പ്രസംഗിക്കാനോ ഒരു അവസരം കിട്ടിയാൽ സന്തോഷത്തോടെ അതൊക്കെ ചെയ്തു കഴിഞ്ഞ് ദൈവത്തിന് നന്ദി പറയണോ. അതോടെ ഞാൻ തന്നെ പ്രധാനപ്പെട്ട ആളെന്നൊന്നും മനസ്സിൽ തോന്നിപ്പോകരുത്. ഞാനും വിചാരിച്ചാൽ പാസ്റ്റർ പോലെയൊക്കെ ചിലതൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഒരു സ്തോത്രം ചെയ്താട്ടെ. ശമൂവേൽ വരാൻ താമസിച്ചപ്പോൾ ശൗല് പറഞ്ഞു, അനവധി പ്രാവശ്യം ശമൂവേൽ യാഗം നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് യാഗം നടത്താൻ അത്യാവശ്യം അറിയാം. ആരാധനയുടെ ഓർഡർ ഓഫ് സർവീസൊക്കെ അറിയാം. ആദ്യം പാട്ടുപാടണം, പിന്നെ പ്രാർത്ഥിക്കണം, പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന, പിന്നെ സങ്കീർത്തനം, പിന്നെ സാക്ഷ്യം, അല്ലെ, ഓർഡറൊക്കെ എനിക്കും അറിയാമെന്ന് പറഞ്ഞ് പതുക്കെ സ്തോത്രം. ശൗല് പറഞ്ഞു, ശമൂവേൽ താമസിച്ച് സമയം ഒത്തിരിയാകുന്നു, ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നില്ല. സ്തോത്രം. നോട്ട് റീച്ചബിൾ ആണെന്നാ പറയുന്നത്. എത്ര സമയം നമ്മൾ കാത്തു നിൽക്കാനാ? ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഞാൻ രാജാവല്ലേ, ഞാൻ യാഗം കഴിച്ചോട്ടെ എന്ന് തൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടായപ്പോഴേ സർവശക്തനായ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെ ശമൂവേലിന്റെ സമയതാമസം നിമിത്തം പതുക്കെ യാഗപീഠത്തിൽ യാഗവസ്തുക്കൾ നിരത്തി ശൗൽ യാഗം കഴിച്ചതിനാൽ ബൈബിൾ പറയുന്നു, ശാപം ശൗലിന്റെ വീട്ടിലേക്ക് വന്നു. അറിവുള്ളത് കൊണ്ട്, പരിചയമുള്ളത് കൊണ്ട്, കഴിവുള്ളത് കൊണ്ട് ചെയ്യേണ്ടതല്ല ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം. ഇന്ന് രാത്രി വാത്സല്യ ദൈവ കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളെ ഏൽപ്പിച്ചതേ ചെയ്യാവൂ. ആരെയെങ്കിലും ഏൽപ്പിച്ചത് നിങ്ങൾ ചെയ്യാൻ പോകരുത്. ഹല്ലേലൂയ. ചെയ്യാൻ കഴിയാവുന്നവരെ നമുക്കൊന്ന് സഹായിക്കാം, അത് നല്ലതാണ്. സ്തോത്രം. ഇല്ലാതെ മറ്റുള്ളവരുടെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം, ശുശ്രൂഷ ഞാൻ ചെയ്യുമെന്ന് ചിന്തിച്ചാൽ അതിന്റെ ബുദ്ധിമുട്ട് നീ അനുഭവിക്കേണ്ടി വരും. അതാണ് ഇവിടെ സംഭവിച്ചത്. കോരേഗും കൂട്ടരും ബൈബിൾ പറഞ്ഞു ഭൂമി വായ് പിളർന്ന് അവരെ വിഴുങ്ങിക്കളഞ്ഞു.
യെശയ്യാവ് ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞതൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. യെശയ്യാവ് 1:2. ഇവർ മത്സരിച്ചത് എങ്ങനെയാ? വായിച്ചാട്ടെ. ആകാശമേ ദൈവം പറയുന്നു, ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. യഹോവ അരുളി ചെയ്യുന്നു, മക്കളെ പോറ്റി വളർത്തി. ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറയുന്നത്, ഞാൻ മക്കളെ പോറ്റി വളർത്തി. അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. ആമേ. കുഞ്ഞുങ്ങളെ അമ്മയപ്പന്മാർ പോറ്റി വളർത്തും പോലെ അല്ലേ? ചില കുഞ്ഞുങ്ങളെ അമ്മമാര് പോറ്റുന്ന കണ്ടിട്ടുണ്ടോ? ആമേൻ. ആമേ. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമ്മമാർ ചെയ്യുന്ന ത്യാഗം കണ്ടിട്ടുണ്ടോ? ആ കുഞ്ഞ് ഉള്ളിൽ ഉത്ഭവമായി തുടങ്ങിയാല് പ്രസവിക്കുന്ന സമയം വരെ ഈ അമ്മ അനുഭവിക്കുന്ന ത്യാഗം, ആ കുഞ്ഞിന് വേണ്ടി. ഡോക്ടർ ചരിയരുതെന്ന് പറഞ്ഞാൽ ഇവർ ചരിയില്ല, കുനിയരുതെന്ന് പറഞ്ഞാൽ കുനിയില്ല. ആമേ. നടക്കാതെ എപ്പോഴും വാഹനത്തിൽ യാത്ര ചെയ്ത് ശീലമുള്ള ആളാണേലും ദിവസം 1 കിലോമീറ്റർ നടക്കാൻ പറഞ്ഞാൽ വേണമെങ്കിൽ 1.5 കിലോമീറ്റർ നടക്കും അല്ലേ? ഇന്ന ആഹാരം കഴിക്കരുതെന്ന് പറഞ്ഞാൽ ആമേ കഴിക്കില്ല. ആമേ. എന്താ കാരണം? ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനോടുള്ള സ്നേഹമാണ് കാരണം. ആമേൻ. ആ കുഞ്ഞിനെ പുറത്തു വന്ന് കാണാനുള്ള ആശയിൽ, അഭിലാഷത്തിൽ ആ കുഞ്ഞിന് വേണ്ടി എന്തെല്ലാം ത്യാഗമല്ലേ? ചിലപ്പോ 5 മിനിറ്റിൽ 50 പ്രാവശ്യം ഛർദ്ദിക്കുന്ന ചില സഹോദരിമാരെയൊക്കെ കണ്ടിട്ടുണ്ട്. ചിലർ പറയും കുടലും ബാക്കിയുള്ളതെല്ലാം കൂടെ ഇങ്ങനെ വായിക്കൂടെ വരും പോലെ തോന്നുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. അപ്പോഴും ശപിക്കില്ല, അപ്പോഴും ആമേ പ്രതിഷേധമില്ല. എല്ലാത്തിനും കാരണം അകത്ത് കിടക്കുന്ന ഒരു സാധനമാണെന്നല്ല അവർ പറയുന്നത്. തമ്പുരാനേ, ഞാൻ എന്ത് പാടുപെട്ടാലും കുഴപ്പമില്ല, അകത്ത് കിടക്കുന്ന ആളിന് മാത്രം ഒരു കുഴപ്പവും സംഭവിക്കല്ലേ. എന്താ കാരണം? അമ്മയുടെ സ്നേഹം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു, പാസ്റ്ററെ ആമേ ഉറങ്ങിയിട്ട് ഏകദേശം 1 മാസമായി. ഞാൻ ചോദിച്ചു, എന്താ? കുഞ്ഞ് പ്രസവിച്ചതിൻ്റെ സന്തോഷമായിരിക്കുമല്ലേ? രാത്രിയൊക്കെ ഇരുന്ന് ആമേ സന്തോഷിക്കുകയായിരിക്കും. അപ്പോഴാ പറഞ്ഞത്, സന്തോഷിക്കുകയല്ല ആമേ, സ്തോത്ര, കുഞ്ഞിൻ്റെ സന്തോഷം കാണുക എന്ന് പറഞ്ഞാൽ യവന് ഉറക്കം തെളിയുന്നത് രാത്രി 9 മണിക്കാണ്. ആമേ. ഉറക്കം തുടങ്ങുന്നത് രാവിലെ 6 മണിക്ക്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യവൻ അമേരിക്കയിൽ അയച്ചെങ്കിൽ ആ അമ്മ എങ്ങനെയെങ്കിലും ഉറങ്ങി ജീവിച്ചേനെ. എന്നാൽ ഇന്ത്യയിൽ കിടന്ന് എന്ത് ചെയ്യാൻ പറ്റും? ആമേ. അമ്മ ഉറങ്ങേണ്ട സമയത്തെ അവ ഉണരുള്ളൂ. എങ്കിലും സാരമില്ല, 1 മാസമായി. ആർക്ക് വേണ്ടി? കുഞ്ഞിന് വേണ്ടിയാ. ആമേ. അതുപോലെയാ ഇവിടെ ദൈവം പറയുന്നത്, ഇസ്രായേലിനെ ഞാൻ പോറ്റി വളർത്തി. ശത്രുക്കളുടെ കയ്യിലേൽപ്പിക്കാതെ, ദുഷ്ടശക്തികൾ തൊടാതെ, ആമേ, മരുഭൂമിയിലെ ആമേ വന്യമൃഗങ്ങളോ ആമേ വന്യ പാമ്പുകളോ അവരെ സ്പർശിക്കാതെ, അവരുടെ ആയുസ്സിന് ദോഷം വരാതെ ചെങ്കടലിനെ 2ആയി പിളർന്നു മാറ്റി ഉണങ്ങിയ നിലത്തുകൂടെ നടത്തിക്കൊണ്ടുപോയി. കൈയെത്തുന്ന ദൂരത്ത് കാടപ്പക്ഷികളെ പറത്തി നിർത്തി ആമേ അവരെ കഴിക്കാൻ കൊടുത്ത്, കുടിക്കാൻ കൊടുത്ത്, എല്ലാ സൗഭാഗ്യം കൊടുത്തേച്ച് ദൈവം പറയുകയാ, ഞാൻ അവരെ പോറ്റിയാണ് വളർത്തിയത്. ഹല്ലേലൂയ. പോറ്റി വളർത്തുന്ന അമ്മയപ്പന്മാർക്ക് ചിലപ്പോഴൊക്കെ കിട്ടുന്ന ആമേ സ്തോത്രം പ്രതിഫലം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പത്രത്തിൽ വായിക്കുന്നുണ്ടല്ലേ? കഴിഞ്ഞ ആഴ്ചയിൽ പത്രത്തിൽ വായിച്ചു, ഒരു ചെറുക്കൻ അപ്പനോട് വഴക്കുണ്ടാക്കി മൊബൈല് ആമേ സ്തോത്രം വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു. ആമേ മൊബൈൽ വാങ്ങിക്കൊടുത്തു, പക്ഷെങ്കിൽ ഐഫോൺ വാങ്ങിക്കൊടുത്തില്ല. ആമേ സ്തോത്രം ഐഫോൺ വാങ്ങിക്കൊടുക്കാത്തത് കൊണ്ട് ഇവൻ അപ്പനെ അടിച്ച് കൊന്നു. ഹല്ലേലൂയ. മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തവന് മതിയായില്ല. ആമേ. എന്താ കാര്യം? ഇതാണ് അമ്മയപ്പന്മാരെ വേദനിപ്പിക്കുന്ന മക്കൾ. ചെന്നൈയിൽ ആമേ സ്തോത്രം എൻ്റെ സ്നേഹിതനായ ഒരു ദൈവദാസൻ ശുശ്രൂഷിക്കുന്നുണ്ട്. അദ്ദേഹം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 50 ഊണ് ആമേ ഉണ്ടാക്കി, ചർച്ചിൽ ഉണ്ടാക്കി, ഒരു വിശ്വാസിയെ വെച്ച് ഉണ്ടാക്കി പാർസലാക്കി ആമേ താമ്പ്രം, ചെന്നൈ താമ്പ്രത്തിലെ റോഡ് വക്കുകളിലുള്ള ഭിക്ഷക്കാർ, അനാഥകൾക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നൽകും. 50 പേർക്കാണ് നൽകുക. 2 വർഷം കൊണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, പാസ്റ്ററെ, എന്നും ഒരേ നിലത്തിലുള്ള ആളുകൾക്കാണോ കൊടുക്കുന്നത്? ഇവരെല്ലാം ശരിക്കും ഭിക്ഷക്കാരാണോ? സ്തോത്രം, ഇവരുമായിട്ടൊക്കെ ഒരു ബന്ധം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാ അദ്ദേഹം പറഞ്ഞത്, കഴിക്കുന്നതിൽ 80% ആളുകളും നല്ല വീട്ടിൽ ജീവിച്ചിരുന്ന അമ്മയപ്പന്മാരാണ്. ഞാൻ ചോദിച്ചു, എന്താ എനിക്ക് മനസ്സിലായില്ല പാസ്റ്റർ, ഒന്ന് തെളിച്ചു പറയാമോ? അപ്പോഴാ അദ്ദേഹം പറഞ്ഞത്, സ്തോത്രം, ഉള്ള ആസ്തിയും വസ്തുക്കളുമെല്ലാം പ്രായം ചെന്നപ്പോൾ മക്കൾ വഴക്കുണ്ടാക്കിയതിൻ്റെ പേരിൽ എഴുതി കൊടുത്ത ശേഷം ഈ അമ്മയപ്പന്മാർക്ക് അസുഖവും പ്രയാസവും ക്ലേശവും ഒക്കെ വന്ന് അവരെ ശുശ്രൂഷിക്കാൻ കഴിയാത്ത സ്തോത്രം മനസ്സുള്ള ഭാര്യ ഇവരുടെ ആൺമക്കൾക്ക് ലഭിച്ചതിനാൽ അവരുടെ വാക്ക് കേട്ടേച്ച് ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥത എൻ്റെ അപ്പൻ കെടുത്തു കളയുന്നു, എൻ്റെ അമ്മ മൂലം എനിക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്നില്ലെന്ന് ചൊല്ലിക്കൊണ്ട് ഇവരെ എന്ത് ചെയ്യുന്നറിയണ്ടേ? കാറിൽ കയറ്റി ചെന്നൈയിൽ കൊണ്ടുവന്ന് താമ്പരം പോലുള്ള തെരുവുകളിൽ ഇറക്കി വിടുകയാ. അവര് പിന്നെ എവിടെ പോകണമെന്നറിയാതെ സ്ഥലത്തിൽ പോകാൻ വഴിയൊന്നും അറിയില്ലേ? എങ്ങനെയെങ്കിലും ഒക്കെ കാശ് കണ്ടെത്തി പോകാൻ പറ്റില്ലേ? 2 മാസത്തിന് മുന്നേ ഒരു മനുഷ്യൻ നല്ല പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട്, ഒരു 62 വയസ്സ് പ്രായമുള്ള മനുഷ്യൻ ഇങ്ങനെ കരഞ്ഞിങ്ങനെ സ്തോത്രം ഈ റോഡിൻ്റെ സൈഡിലെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നടക്കുകയാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് ഇവർ ഭക്ഷണം കൊണ്ടു കൊടുത്തപ്പോൾ അദ്ദേഹം വാങ്ങുന്നില്ല, കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഉടനെ ഈ ദൈവദാസൻ പോയി ചോദിക്കുകയാണ്, സ്തോത്രം, അപ്പച്ച, താത്ത, എന്തു പറ്റി, എന്താണ് കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇന്ന സ്റ്റാറ്റസിൽ ഞാൻ ജീവിച്ചവനാണ്, എൻ്റെ ചോരയെ വിയർപ്പാക്കി ഞാൻ വസ്തു വാങ്ങി വീട് വെച്ചു, കുഞ്ഞുങ്ങളെ കെട്ടിച്ചു കൊടുത്തു. പക്ഷെങ്കിൽ ഒരു പ്രായമായപ്പോൾ ഇപ്പോൾ ഒരു മക്കൾക്കും എന്നോട് ഇഷ്ടമില്ല. ഏറ്റവും ഒടുവിലുള്ള മുഴുവൻ സ്വത്തും ഇളയ മകനാണ് എഴുതി കൊടുത്തത്. മരിക്കും വരെ നോക്കിക്കൊള്ളാമെന്നുള്ള വ്യവസ്ഥയുടെ പേരിലാണ് എഴുതി കൊടുത്തത്. പക്ഷെങ്കിൽ അവൻ ഇപ്പോൾ അവനും മകളും മരുമകളും ചേർന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടേച്ചു പോയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് തിരിച്ചു പോകാമല്ലേ? ആ പിതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്, തിരിച്ചു പോയിട്ട് എന്തെടുക്കാനോ? അവർക്ക് എന്നെ വേണ്ടല്ലോ, എന്നെ വേണ്ടാതെയല്ലേ ഇവിടേക്ക് കൊണ്ടിട്ടിട്ട് പോയത്, ഇനി ഞാൻ എന്തിനാ മടങ്ങിപ്പോകേണ്ടത്? ആ പാസ്റ്ററുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെയൊന്നും അദ്ദേഹത്തെ കാണാനില്ലെന്നാണ്. എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്തോ അല്ലെങ്കിൽ എന്ത് ചെയ്തെന്നറിയില്ല. ഇങ്ങനെ എത്രയോ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തിയവർ ഇന്ന് നീരസം അനുഭവിച്ച്, ഇന്ന് മനവേദന അനുഭവിച്ച്, കുഞ്ഞുങ്ങളിൽ നിന്ന് യാതൊരു സംരക്ഷണവും കിട്ടാതെ കണ്ണുനീർ കുടിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ ഈ ഇസ്രായേലിനെ പോറ്റി വളർത്തി. ഞാൻ ആരോടിത് പറയും? ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. യഹോവയായ ദൈവത്തിന്റെ ആവലാതി നോക്കണേ, സങ്കടം നോക്കണേ. അവരോ എന്നോട് മത്സരിക്കുകയാ. ഇന്ന് രാത്രി ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത, നിന്നെ പോലെ ജീവിച്ചിരിക്കാമെന്നുള്ള എത്രയോ ആളുകൾ, നിന്റെ അതേ പ്രായത്തിൽപ്പെട്ട ചിലർ ഇപ്പോൾ കിടക്കയിലായിരിക്കുമ്പോൾ ചിലരെ സ്തോത്ര കുഞ്ഞുങ്ങൾ പരിഗണിക്കാതെ ഇതുപോലെ പല സ്ഥലത്തും കൊണ്ട് എറിഞ്ഞു കളഞ്ഞപ്പോൾ, മാതാവേ, പിതാവേ, ഇന്ന് രാത്രി നിനക്ക് ലഭിച്ചിരിക്കുന്ന സംരക്ഷണവും നിനക്ക് ലഭിച്ചിരിക്കുന്ന നല്ല മക്കൾ, നിനക്ക് ആഹാരം തരുന്ന മക്കളുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ സന്തോഷിക്കണം. കാരണം ആ ദൈവത്തിന്റെ കരുണയാണത്. ഹല്ലേലൂയ. ദൈവത്തോട് മത്സരിക്കല്ലേ. ദൈവത്തോട് മത്സരിക്കുന്നത് അപകടമാണ്. സ്തോത്രം. സമയം കുറവായതുകൊണ്ട് ആ ഭാഗം ഞാൻ വിട്ട. മൂന്നാമത്തെ ഇസ്രായേലിന്റെ പാപം. ആവർത്തനം 9:12 വായിക്കുന്നു, തങ്ങളെ തന്നെ അവർ വഷളാക്കി കളഞ്ഞു. സമയമില്ലാത്തതുകൊണ്ട് വാക്യം വായിപ്പിക്കുന്നില്ല. ഇസ്രായേൽ ചെയ്ത പാപം കേൾക്കണേ. അവർ തങ്ങളെ തന്നെ വഷളാക്കി കളഞ്ഞു. എങ്ങനെയാണ് അവർ വഷളാക്കി കളഞ്ഞത്? മോശയിലൂടെ ദൈവം അവർക്ക് കൊടുത്ത ന്യായപ്രമാണത്തിലെ 613 ചട്ടങ്ങൾ, നിയമങ്ങളെ അവർ നിലത്തിട്ട് ചവിട്ടാൻ ആരംഭിച്ചു. നടക്കരുത് എന്ന് പറഞ്ഞ പാതയിൽ അവർ നടന്നു. നിൽക്കരുതെന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ നിന്നു.
ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി വാത്സല്യ സ്നേഹിത, ദൈവത്തിന്റെ കൽപ്പനകളെ, ദൈവത്തിന്റെ വചനങ്ങളെ അനുസരിക്കാത്തതും അതിനോട് മറുത്ത് മത്സരിക്കുന്നതാണ് തങ്ങളെ തന്നെ വഷളാക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, ആവർത്തനം 9-15 വാക്യത്തിൽ യഹോവയായ ദൈവം പറയുകയാണ്, ഞാൻ നോക്കിയാറെ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്തു, ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അത്യുന്നതനായ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം മിസ്രയീമിൽ നിന്നും അവരെ വിടുവിച്ച് മരുഭൂമിയിൽ കൂടെ ഇപ്പോൾ വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ദൈവത്തോട് അവർ കാണിക്കുന്ന പരിപാടി എന്നാന്നറിയണ്ടേ? ആ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ ഒരു കാളക്കുട്ടിയോട് സാദൃശ്യമാക്കുകയാണ്. ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിന് ആമേൻ പുറപ്പാട് 20-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞിരുന്നു, എൻ്റെ പേരിൽ നിങ്ങൾ യാതൊരു നിലയിലുള്ള രൂപവും ഉണ്ടാക്കരുത്. ഇത് ഇസ്രായേലിന് വേണ്ടി ദൈവം പ്രത്യേകിച്ച് കൊടുത്തിരുന്ന ഒരു നിയമമായിരുന്നു അത്രേ. പക്ഷെങ്കിൽ അവർ അവരെ തന്നെ വഷളാക്കി. ആ ദൈവത്തിന്റെ കരുതൽ, ആ ദൈവത്തിന്റെ നടത്തിപ്പ്, ആ ദൈവത്തിന്റെ പരിപാലനവും മേഘസ്തംഭവും അഗ്നിസ്തംഭവുമായി കൺമുന്നേ ദൈവ സാന്നിധ്യം കണ്ടവർ അതിനെ മറന്നുകൊണ്ട് ഇപ്പോൾ തെറ്റായ പാതയിലൂടെ സഞ്ചരിച്ച് പാപം ചെയ്യാൻ അവർ തയ്യാറാകുകയാ. ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്ന വാത്സല്യ സ്നേഹിത, സഹോദര, സഹോദരി, കുഞ്ഞേ, ജീവനുള്ള സത്യദൈവം, ഏകസത്യദൈവം, ജീവനുള്ള ദൈവം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി കാൽവരിയിൽ ചോര ചൊരിയാൻ സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ച ആ മഹാദൈവം ഇന്ന് രാത്രി നിന്നെ നോക്കി പറയുകയാണ്, ആമേ, നീ വഷളായ യാതൊന്നും പ്രവർത്തിക്കാൻ പാടില്ല. ആമേ, ഇസ്രായേലിയർ തങ്ങളെ തന്നെ വഷളാക്കിയതിനാൽ ദൈവത്തിന്റെ കോപം അവരുടെ മേലുണ്ടായി. അവർ ദൈവകൽപ്പനയെ തിരസ്കരിച്ചു. 4-ാമത്തെ പാവം, ദൈവമായ യഹോവയെ അവർ വിശ്വസിച്ചില്ല. ആമേ, എല്ലാം കണ്ണുകൊണ്ട് കണ്ടതാ, പക്ഷെ വിശ്വസിച്ചില്ല. അവർക്ക് ഓരോ ദിവസവും കഴിക്കാൻ ലഭിച്ച മന്ന, ആമേ എന്ന് പറയുന്നത് ഏകദേശം 12 ടൺ മന്നയാണ്. 1 ടൺ 1000 കിലോ കൂട്ടിക്കോളൂ. മൂക്കറ്റം വരെ കഴിക്കാൻ കൊടുത്തു. ഇറച്ചി ചോദിച്ചു, അതും കൊടുത്തു. ആമേ, എല്ലാം അനുഭവിച്ചിട്ടും അവർ ദൈവത്തിൽ വിശ്വസിച്ചില്ല. ജനിച്ചത് ബന്തിക്കോസ് വീട്ടില, ജനിച്ചത് ക്രിസ്ത്യാനിയായിട്ട്. ഒത്തിരിയൊക്കെ കണ്ടു. ചിലരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ആമേ, സ്തോത്രം, എൻ്റെ മമ്മി, എൻ്റെ ഡാഡി ഒക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. നല്ലതാ. ചോദ്യം, നിനക്ക് ആ വിശ്വാസമുണ്ടോ? ആമേ, ദൈവത്തെ കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും അവർ വിശ്വസിച്ചില്ല. എന്താ അവർ കണ്ടത്? ഇതാ കണ്ടില്ലേ, ചെങ്കടൽ അവരുടെ കൺമുന്നേ 2ആയി വിഭജിക്കുന്നത് ആമേ അവർ കണ്ണാലെ കണ്ടു. അവരുടെ കൺമുന്നേ അത് സംഭവിക്കുവാനിടയായി. ചെങ്കടൽ 2ആയി പിളർന്നു എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ, അശാസ്ത്രീയമാണ്, പലർക്കും യുക്തിക്ക് നിരക്കാത്തതാ. അതുകൊണ്ട് ഈ പുരാവസ്തു ഗവേഷകരിലെ ഒരു ടീം ഇങ്ങനെ ചെങ്കടലിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എങ്കിൽ ഫറവോന്റെ ആ രഥത്തിന്റെ ചക്രമോ വേറെ എന്തേലും കാണുമല്ലോ എന്ന് ആമേ ചിന്തിച്ചിട്ട് പുരാവസ്തു ഗവേഷകർ, ആമേ സ്തോത്രം, വാട്ടർ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി. അങ്ങനെ ചെങ്കടലിന്റെ ആമേ സ്തോത്രം അടിയിൽ ആമേ അവർ തിരയുമ്പോൾ ആമേ ഒന്നല്ല 1-ലധികം ആയുധങ്ങൾ, രഥങ്ങളുടെ ചക്രങ്ങൾ പലതും ഫംഗസൊക്കെ പിടിച്ചു കിടക്കുന്നത് കിട്ടി. ചിലതിന്ന് ആമേ സ്തോത്രം ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മറ്റു ചിലത് ഇന്നും ചെങ്കടലിൽ കിടപ്പുണ്ട്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് കെട്ടുകഥയല്ല. പുരാവസ്തു ഗവേഷകർ തെളിയിച്ചു, ബൈബിൾ ചരിത്ര പുസ്തകമാണ്. ഹല്ലേലൂയ. അവർ വിശ്വസിച്ചില്ല. ഇതോടെ ഇസ്രായേലിയരുടെ പാപം നിമിത്തം അവരുടെ പച്ചപ്പൊക്കെ മാറി ഇസ്രായേൽ എന്ന അത്തി ഉണങ്ങാൻ ആരംഭിച്ചു. BC 586 നെബൂഖദ്നേസർ ബാബിലോണിലെ ചക്രവർത്തി വന്ന് അവരെ ആദ്യമായി അടിമയായി പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നത്.
യെരുശലേമിനെ ക്യാപിറ്റലാക്കി വളരെ മനോഹരമായി ജീവിച്ചിരുന്ന, എല്ലാവർക്കും പേടി സ്വപ്നമായിരുന്ന ഇസ്രായേൽ ദേഹണ്ടോ BC 606 ആമേ സ്തോത്രം, തെക്കൻ ഇസ്രായേലിനെ ഇസ്രായേലിലെ ഒരു കൂട്ടരെ നെബൂഖദ്നേസർ യെരുശലേമിൽ നിന്നും 1000 കിലോമീറ്റർ അകലെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. BC 597 രണ്ടാമത്തെ കൂട്ടരെ കൊണ്ടുപോയി. BC 586 മൂന്നാമത്തെ കൂട്ടരെയും കൊണ്ടുപോയി. അങ്ങനെ ഇസ്രായേലിൽ, തെക്കൻ ഇസ്രായേലിലെ മുഴുവൻ ആളുകളിൽ ഭൂരിപക്ഷം ആളുകളും പ്രവാസത്തിലേക്ക് പോയി. വടക്കൻ ഇസ്രായേലിലെ ജനത്തിന്റെ പാപം നിമിത്തവും അവരെയും ദൈവം ഓൾറെഡി ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുത്തിരുന്നു. അതോടെ എന്നാ സംഭവിച്ചെന്നറിയണ്ടേ? അത്തി തകർന്നു പോയി. ഇസ്രായേൽ എന്ന അത്തി നശിച്ചു. മീഖാ 3:12 വായിച്ചു കേൾപ്പിക്കണം. ഇസ്രായേലിന് സംഭവിച്ചത് വായിച്ചാടെ. മീഖാ പ്രവചനം 3-12 വാക്യത്തിൽ ബൈബിൾ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളുടെ നിമിത്തം സിയോനെ വയൽ പോലെ ഊഴും, യെരൂശലേം കൽക്കുന്നുകളും ആലയത്തിന്റെ പർവ്വതം കാട്ടിലെ മേടുകൾ പോലെയുമായി തീരുമെന്ന് പ്രവാചകൻ മീഖാ പ്രവചിച്ചത് ഇസ്രായേലിയരുടെ ഇടയിൽ സംഭവിച്ചു. AD 20 റോമൻ ചക്രവർത്തിയായ തീത്തോസ് യെരൂശലേമിനെ മുഴുവനും ഉന്മൂലനാശമാക്കി. അവരുടെ ദേവാലയത്തെ കത്തിച്ചു കളഞ്ഞു, പട്ടണത്തെ തീയിട്ടു, ജനമെല്ലാം ചിന്നിച്ചിതറിപ്പോയി. ലോകമെമ്പാടും ഇസ്രായേലിയർ ചിതറിപ്പോയി. അവരുടെ മനോഹര ദേവാലയം ഈ കാണുന്നതാണ്, നശിച്ചുപോയി. അവരിൽ 300 കുടുംബമാണ് കൊച്ചിയിൽ വന്ന് താമസിച്ചിരുന്നത്. ഇവിടെ അവർ പണിതതായ അവരുടെ ഒരു പള്ളി ഇന്നും കൊച്ചിയിലുണ്ട്. എന്താ കാരണം? ദൈവം അവരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവരുടെ നഗരവും ദേവാലയവും ഇങ്ങനെ തീയിൽ നിന്ന് കത്താനിടയായതോടെ BC 586 ഉണങ്ങാൻ ആരംഭിച്ച അത്തിവൃക്ഷം AD 135 ഇസ്രായേൽ എന്ന അത്തി മുഴുവനും പച്ചപ്പില്ലാതെ, ഇസ്രായേൽ എന്നൊരു രാജ്യം പോലും ഭൂപടത്തിൽ ഇല്ലാതെ വേൾഡ് മാപ്പിൽ നിന്നും ഇസ്രായേൽ തുടച്ചു മാറ്റപ്പെട്ടു. AD 135 ശേഷം ഏതെങ്കിലും ഒരു വേൾഡ് മാപ്പിൽ ഇസ്രായേൽ എന്നൊരു രാജ്യമുണ്ടോ എന്ന് നിങ്ങൾ പഠിച്ചു നോക്കിയാൽ ഇല്ല. കാരണം ഇതുപോലെ പട്ടുപോകാനിടയായി. അങ്ങനെ ലോകം മുഴുവനും ചിതറിപ്പോയ ഇസ്രായേൽ യെഹെസ്കേൽ 37:12 അവരുടെ തലമുറകൾ ദൈവത്തോട് ഇങ്ങനെ നിലവിളിച്ചു. അവർ നിലവിളിച്ചത്, ദൈവമേ, ഞങ്ങളുടെ സ്വന്തം രാജ്യത്തിലേക്ക് ഞങ്ങളെ മടക്കി കൊണ്ടുപോകണമേ, ഇസ്രായേലിൽ പിന്നെയും താമസിക്കാൻ ഭാഗ്യം തരണേ, ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത പാപം അവരോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് നിലവിളിച്ചതിനാൽ യെഹെസ്കേൽ 37:12 യഹോവയായ ദൈവം ഇങ്ങനെ പ്രവാചകനോട് പ്രവചിക്കാൻ പറഞ്ഞു. വായിക്കാം. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ദൈവം തള്ളിക്കളഞ്ഞെങ്കിലും ഇപ്പൊ പറയുക, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തിലേക്ക് മടക്കി വരുത്തും. ദൈവം പറയുകയാണ്, ചിതറിപ്പോയെങ്കിലും ദൈവം ശിക്ഷിച്ചെങ്കിലും അവർ കരഞ്ഞപ്പോൾ ദൈവം കരുണ കാണിച്ചു. കാരണം ദൈവം കരളറിയുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹിത, താങ്കൾ ദൈവത്തെ ദ്രോഹിച്ച, കോപിപ്പിച്ച, ദൈവത്തോട് പാപം ചെയ്ത എന്നെപ്പോലൊരു ദുഷ്ടനെ ദൈവം അംഗീകരിക്കില്ല. അത്രയ്ക്കും ഞാൻ മോശമാണെന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അയ്യോ ഞാൻ ദുർനടപ്പുകാരിയാ, ഞാൻ ദുർനടപ്പുകാരനാ, ഒത്തിരി പാപം എൻ്റെ അകത്തുണ്ട്, എന്നെപ്പോലൊരു മനുഷ്യനെ ദൈവം അംഗീകരിക്കത്തില്ലെന്ന് താങ്കൾ ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാ, നിന്നെ അന്വേഷിച്ച് ദൈവം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിരിക്കുകയോ. പാപികളെ സ്നേഹിക്കുന്ന ദൈവം പാപികളെ അന്വേഷിക്കുകയാണ്. നിന്നെ അവൻ കൈവിടത്തില്ല.
യെശയ്യാവ് 14:1 യഹോവയായ ദൈവം ഇങ്ങനെ പറഞ്ഞു. വായിക്കാം വേഗത്തിൽ. യാക്കോബിനോട് മനസ്സലിഞ്ഞ് ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് ദൈവം പറയുകയാണ്, വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം യഹോവയായ ദൈവം പറയുകയാ, ഇസ്രായേലിനെ വീണ്ടും സ്വദേശത്ത് ഞാൻ പാർപ്പിക്കും. വായിക്കാം. അന്യജാതിക്കാരൻ അവരോട് യോജിച്ച് യാക്കോബ് ഗൃഹത്തോട് ചേർന്നു. അതാണ് ഇപ്പോ ഇസ്രായേലിൽ കാണുന്നത്. ഇപ്പോഴത്തെ ഇസ്രായേൽ കാണുന്നത് അതാണ്. അന്യജാതിക്കാരും കൂടെ ചേർന്നാണ് ഇപ്പോൾ ഇസ്രായേലിൽ ജീവിക്കുന്നത്. BC 586 മുതൽ AD 1948 വരെ 2534 വർഷം ഭൂപടത്തിൽ ഇസ്രായേൽ ഇല്ലാതെ പട്ടുപോയ ഇസ്രായേൽ ദാ ഇപ്പൊ നോക്കണേ, 1948 ഈ ഇസ്രായേൽ യെഹെസ്കേൽ 37 അധ്യായത്തിൽ പറഞ്ഞ പ്രവചനം അനുസരിച്ച് അവർ പുറത്തു വന്നു. ദൈവം അവരെ ശവക്കുഴിയിൽ നിന്ന് പുറത്തെടുത്ത് 1948 മെയ് മാസം 14-ാം തീയതി അർദ്ധരാത്രിയിൽ ഇസ്രായേലിന് ഒരു തനി രാഷ്ട്രമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചു. 1948-നും 2025-നും ഇടയ്ക്ക് 78 വർഷമേ ഉള്ളൂ. ഈ 78 വർഷം കൊണ്ട് ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെയും വെല്ലുവിളിക്കാൻ ശക്തിയുള്ള ഒരു രാഷ്ട്രമായി ഇസ്രായേൽ വളർന്നിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒരു സ്തോത്രം ചെയ്യാം. ഇന്ന് ലോകത്തിലെ വമ്പൻ രാജ്യങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇറാനും ഇറാഖും അല്ല, സ്തോത്രം, അമേരിക്കയെ പോലും ഇടയ്ക്കിടയ്ക്ക് ബെഞ്ചമിൻ നെതന്യാഹു തള്ളിപ്പറയാൻ തയ്യാറാകുന്നെന്ന്. ഒരു സ്തോത്രം ചെയ്യാം. എന്താണിതിന് കാരണം? 78 വർഷം കൊണ്ട് 1 കോടി തികച്ചില്ല. ഇപ്പോഴും ഇസ്രായേൽ എന്ന രാജ്യത്തിലെ മൊത്ത ജനം 95 ലക്ഷം മാത്രമാണ്. സ്തോത്രം. കേരളം പോലുള്ള ഒരു സ്റ്റേറ്റിൻ്റെ കാലം അല്പം കൂടെ ഉള്ളൂ ഇസ്രായേൽ. അങ്ങനെയുള്ളൊരു രാജ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നോക്കി. ഒരേ സമയത്ത് 4 രാജ്യങ്ങളോട് യുദ്ധം ചെയ്തു. ഒരു സൈഡിൽ കൂടെ ലെബനോൻ, മറു സൈഡിൽ കൂടെ സിറിയ, വേറൊരു സൈഡിൽ കൂടെ ഇറാൻ. സ്തോത്രം. എങ്ങനെയാണ്? വേറൊരു സൈഡിൽ കൂടെ യമൻ. ഇത്രയും ശക്തിയും കരുത്തുമുള്ളതായി ഇസ്രായേൽ മാറി. ഇസ്രായേൽ എന്നൊരു രാജ്യം വീണ്ടും തളർത്തിരിക്കുന്നു. ഹല്ലേലൂയ. യേശു പറഞ്ഞത് എന്താ? അത്തി തളർക്കും അല്ലേ? 1948 മെയ് മാസം 14-ാം തീയതി ഇസ്രായേലിലെ യെരുശലേമിലെ സിയോൻ മലയുടെ മുമ്പിൽ നിന്ന് മകളിൽ കയറി നിന്ന് ഇസ്രായേൽ അവരുടെ ഫ്ലാഗ് ഉയർത്തി അവരുടെ രാജ്യത്തെ അവർ ഉയർത്തി കാണിക്കുകയാണ്. ഇസ്രായേൽ എന്ന അത്തി തളർത്തു. അവിടുത്തെ പ്രധാനമന്ത്രിയാണ് ഈ കാണുന്ന പുള്ളി. ചില്ലറ പുള്ളിയൊന്നും അല്ല. ഒരു സ്തോത്രം ചെയ്യാം. ബെഞ്ചമിൻ നെതന്യാഹു. ഇന്ന് തളിർത്ത ഇസ്രായേലിനെയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. എത്ര മനോഹരം നോക്കണേ. അപ്പോൾ അത്തി തളിർത്ത് ഇപ്പോൾ 78 വർഷമായി. വചനം പറഞ്ഞു, അത്തി തളിർക്കുമ്പോൾ യേശു വരുവെന്നല്ല, അവൻ്റെ വരവ് വാതിൽക്കൽ. പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന യേശു ഇപ്പൊ എണീറ്റ് ഇങ്ങോട്ട് പോരാൻ വേണ്ടി വാതിൽക്കൽ വെയിറ്റ് ചെയ്യുകയാണ്. എന്താ കർത്താവ് ഇങ്ങോട്ട് പോരാത്തെന്ന് ചോദിച്ചാൽ കർത്താവ് പറയുന്നു, വേങ്കവേളയിൽ ഇനിയും കുറച്ചാളുകൾ കൂടെ എന്നോടൊപ്പം സ്വർഗരാജ്യത്തിൽ പാർക്കേണ്ടതായിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ വരവ് താമസിക്കാൻ കാരണം, യേശുക്രിസ്തു തന്റെ വരവിനെ താമസിപ്പിച്ചുകൊണ്ടിരിക്കാൻ കാരണം, ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്ന വാത്സല്യ സ്നേഹിതരെ, നിങ്ങൾ ഓരോരുത്തരുമാണ് കാരണം. നീ നശിച്ചു പോകാതെ, നീ നരകത്തിൽ പോകാതെ, നീ സാത്താൻ അടിമയായി പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ, നിത്യരാജ്യത്തിന്റെ അവകാശിയാകാൻ, ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ ഒരു ബ്രാക്കറ്റ് പീരീഡ് ദൈവം അനുവദിച്ചിട്ട് അവൻ കാത്തിരിക്കുകയാണ്. ആ യേശുവിന് നീ സ്വന്തം രക്ഷകനായി സ്വീകരിക്കാനുള്ള ഒരവസരമാ ഈ കാത്തിരിപ്പെന്നറിയണം.
വരുവാനുള്ളവൻ വരും, സമയം താമസിക്കുകയുമില്ല. അവസരങ്ങൾ പാഴാക്കിയാൽ പിന്നെ ഒരവസരവും കിട്ടിയില്ലെന്ന് വരൂ. അതുകൊണ്ട് വാത്സല്യ സ്നേഹിത, അവന്റെ വരവ് വാതിൽക്കല. ഇന്ന് രാത്രി നിന്റെ രക്ഷയുടെ ദിവസമാ. ഇന്ന് രാത്രി യേശു നിന്റെ ആത്മാവിന് വീണ്ടെടുപ്പ് തന്നത് നീ തിരിച്ചറിയേണ്ട ദിവസമാ. ഈ രാത്രി നിന്റെ പാപം കഴുകിക്കളഞ്ഞ് നിന്നെ അപ്പ പിതാവേ എന്ന് വിളിക്കാൻ പുത്രത്വം നൽകി നിന്നെ മകളായി ചേർത്തുകൊള്ളുന്ന, മകനായി ചേർത്തുകൊള്ളുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. അകത്തോ പുറത്തോ ഓൺലൈനിലോ എവിടെ ഇരുന്ന് കേട്ടാലോ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് ഒറ്റ വാക്ക് മാത്രം പറയാൻ നീ തയ്യാറായോ? നിന്റെ ജാതിയോ മതമോ നിന്റെ അവസ്ഥകളോ തിരിച്ചു നോക്കാതെ നിന്റെ അരികിലേക്ക് കടന്നു വന്ന് അവൻ നിന്നെ മാറോടണയ്ക്കുക, നിന്റെ അകത്തൊരുമിച്ച് നിന്നോടൊപ്പം വസിക്കുക, നിന്നെ ഒരു മകളായി സ്വീകരിക്കുക, ഒരു മകനായി സ്വീകരിക്കുക. ഈ യേശു തയ്യാറാണ്. നിന്റെ ഇന്നലകളെ നോക്കാതെ, നിന്റെ ഇന്നലകളിലെ പാവോ, നിന്റെ ഇന്നലകളിലെ നീ ചെയ്തു കൂട്ടിയതായ അഴിമതികളോ അവ ഏത് കാര്യവുമാകട്ടെ അത് മറന്നു കളയുന്ന ഒരു ദൈവമാ. ഒരു സ്തോത്രം ചെയ്യാം. അപ്പൊ അത്തി തളർത്തു 78 വർഷമായി. ഇപ്പോഴത്തെ ഇസ്രായേൽ ലോകത്തിലെ വമ്പൻ ടൂറിസ്റ്റ് പ്ലേസുകളിൽ 50 സ്ഥലമുള്ളത് ഇസ്രായേലിലാണ്. സമയം പോരാ കാണിക്കാൻ. അതുപോലുള്ള മനോഹരമായ സ്ഥലമായി ഇന്നത്തെ യെരുശലേം ഇസ്രായേൽ മാറിക്കഴിഞ്ഞു. ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും ഇസ്രായേലിൽ വിസിറ്റ് ചെയ്യുന്നത്. കാരണം അവിടെയാണ് ലോകത്തിലെ 3 വലിയ മതങ്ങളുടെ പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവായ സംവിധാനങ്ങളുള്ളത്. യഹൂദന്മാരുടെ ആകെയുള്ള സ്തോത്രം അവരുടെ ദേവാലയത്തിൻ്റെ ഒരേ ഒരു ചുവർ ഇന്ന് യെരുശലേമിലാണ്. അവരിന്ന് 100 അടി അകലെയാണ് ഇസ്ലാമിയരുടെ അവരുടെ പ്രധാനപ്പെട്ട ഒരു പള്ളി, ഡൂം ഓഫ് ദ റോക്ക്. അത് അൽ അക്സ എന്നറിയപ്പെടുന്നു. 100 അടിയിലാണ്. അവിടുന്ന് ഒരു 100 അടി അകലയിലാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ജനിച്ച സ്തോത്രം യേശു ക്രിസ്തു കാൽവരിയിൽ തകർക്കപ്പെട്ട ആ ഒരു സ്ഥലമുള്ളത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത്, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഇസ്രായേൽ ലോകത്തിലെ 3 വലിയ മതങ്ങളിലെ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട നഗരമായി മാറി. സ്തോത്രം. ഇതാണ് യെരുശലേം. അവിടുത്തെ ചാവുകടൽ സ്തോത്രം പന്ത് വെള്ളത്തിൽ കിടക്കും പോലെ മനുഷ്യർക്ക് ഈ ചാവുകടലിൽ നടക്കാൻ പറ്റും, ഇരിക്കാൻ പറ്റും, മുങ്ങിപ്പോകില്ല. ഒരു പുള്ളി പത്രം വായിക്കുന്നുണ്ടോ? ചാവുകടലിൻ്റെ മീതെ കിടന്നേച്ചാണ്. മെത്തേ കിടക്കും പോലെയാണ്. കാരണം സ്തോത്രം വെള്ളത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ശാസ്ത്രീയ വശം പറയാൻ സമയം പോരാ. അതാണ് ചാവുകടൽ. അതിനൊന്ന് ഇറങ്ങിക്കിട്ടാൻ വേണ്ടി ആളുകൾ ലോകരാജ്യങ്ങളിൽ നിന്നും സ്തോത്രം ഇസ്രായേലിലേക്ക് ഒഴുകുകയാണ്. ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ഇന്ന് ഈ ഇസ്രായേലിനെ കുറിച്ച് പറയാനുണ്ട്. സങ്കീർത്തനം 147:2 യഹോവ യെരുശലേമിനെ പണിയുന്നു, അവൻ ഇസ്രായേലിന്റെ ദുഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു. ഇപ്പൊ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ സമയക്കുറവായതുകൊണ്ട് ഞാൻ നിർത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇസ്രായേൽ എന്ന അത്തി ഇപ്പൊ തളർത്ത് കഴിഞ്ഞു. തളർത്തി 78 വർഷമായി. എത്ര മനോഹരമായി ഇസ്രായേൽ തളർത്തിരിക്കുന്നെന്ന് നിങ്ങൾ ഈ ദൃശ്യത്തിൽ കണ്ടല്ലോ. ഈ രാത്രി വാത്സല്യ സഹോദരങ്ങളെ, ഇത് വിളിച്ചു പറയുന്നത് മറ്റൊന്നുമല്ല, യേശുവിന്റെ വരവ് വാതിൽക്കലാണ്. ഇന്ന് രാത്രി യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വന്നാൽ താങ്കൾ എടുക്കപ്പെടാൻ, ചേർക്കപ്പെടാൻ ഒരുങ്ങിയിട്ടുണ്ടോ? യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് പിതാ പുത്ര പരിശുദ്ധാത്മ നാമത്തിൽ മുഴുകൽ സ്നാനമേറ്റ് സ്തോത്രം ദൈവത്തിന്റെ ആലയത്തിൽ പോയി സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് വേറുപെട്ട് നിൽക്കുന്ന ഒരു ഭക്തനെ ചേർക്കാനാ യേശു ക്രിസ്തു വാതിൽക്കൽ നിന്ന് മേഘത്തിൽ പ്രത്യക്ഷമാകാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും സമയം താമസിച്ചിട്ടില്ല.
ഒരവസരം ദൈവം തന്നിരിക്കുകയാ. ഇന്ന് രാത്രി ഈ യേശുവിനെ ഹൃദയംഗമായി അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് മാത്രം കാണിച്ചാൽ നീ ബാക്കി കാര്യങ്ങളെ കുറിച്ച് വിഷമിക്കുകയാകാം. ഒരുപക്ഷെ രോഗമായിരിക്കും നിന്റെ ബാക്കി കാര്യോ, നിന്റെ സാമ്പത്തിക തകർച്ചയായിരിക്കുക, നിന്റെ കുടുംബ ജീവിതത്തിലെ പ്രശ്നമാകാം, നിന്റെ മക്കളുടെ വിഷയമാകാം, നിന്റെ കടബാധ്യതയാകാം. ഇന്ന് രാത്രി യേശുവിന് വേണ്ടി നിന്നെ ഏൽപ്പിക്കുമ്പോൾ സ്വർഗരാജ്യത്തിൽ നിത്യതയിൽ നിനക്കൊരു സ്ഥലം കിട്ടാൻ പോകുന്നു എന്ന് മാത്രമല്ല, ഈ ഭൗതിക ലോകത്തിലോ നിനക്ക് ദൈവം വിടുതൽ തരും. ഹല്ലേലൂയ. ഭൗതിക ലോകത്തിന്റെ വിടുതലിനായി ഇന്ന് രാത്രി യേശുവിൽ വിശ്വസിക്കുകയല്ല, ആമേൻ സ്തോത്രം, സാക്ഷാൽ നിത്യതയിൽ നിന്നെ കൊണ്ടുപോകും എന്ന് ഉറപ്പുള്ള ആ ദൈവപുത്രൻ യേശുവിനെ ഹൃദയംഗമായി സ്വീകരിച്ച് അവനിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ ഇന്ന് മരിച്ചാൽ നീ സ്വർഗത്തിൽ പോകൂ. അല്ല, അവൻ മധ്യാകാശത്തിൽ വന്നാൽ നിനക്ക് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടാൻ കഴിയും. ഒരു ഹല്ലേലൂയ പറയാമോ? അത്തി തളർത്തു. 78 വർഷമായി കർത്താവ് വാതിൽക്കൽ. ഇന്ന് രാത്രി എല്ലാവർക്കും എണീറ്റ് നിൽക്കാം, ആ കണ്ണുകൾ അടയ്ക്കാം. വേഗത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വേദനയോട്, ഉടഞ്ഞ ഹൃദയത്തോട്, തകർന്ന മനസ്സോട് ഈ പന്തലിൽ വന്ന ചിലരെ കർത്താവ് ഈ രാത്രി തൊടൂ. ആമേൻ. നിന്റെ വിഷയത്തിന് ദൈവം പരിഹാരം തരൂ. കൊണ്ടുവന്ന വേദന തിരിച്ചങ്ങനെ കൊണ്ടുപോകാൻ ദൈവം അനുവദിക്കില്ല. നീ ചുമന്നു കൊണ്ടുവന്ന ഭാരം തിരിച്ച് നിന്റെ ശിരസിൽ തന്ന് മടക്കി വിടാൻ എൻ്റെ കർത്താവ് അവിശ്വസ്തനല്ല. അവൻ കരുണയുള്ള ദൈവമാണ്. അവൻ നിന്റെ ഹൃദയത്തിലെ വേദന അറിയുന്ന ദൈവമാണ്. മറ്റാർക്കും എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ, എൻ്റെ വേദന അറിയാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഭാരപ്പെടുന്ന സഹോദരി, വ്യക്തമായി നിന്റെ വേദന അറിയുന്ന യേശു ഇന്ന് രാത്രി നിന്റെ അരികിൽ നിൽപ്പുണ്ട്. അവൻ നിന്നെ സഹായിക്കാതെ നിന്നെ തിരിച്ചുവിടില്ല, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാതെ അവൻ നിന്നെ വിടില്ല. പക്ഷെങ്കിൽ അതിനെല്ലാത്തിനേക്കാളും വലുത് ആ യേശു മധ്യാകാശത്തിൽ വരാൻ പോകുകയാ. ആമേ, ഭൂമിയിൽ നിന്നു ആമേ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാരെ കൊണ്ടുപോകാൻ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരാൻ പോകുന്നു. ഈ യേശു വരുമ്പോൾ യേശുവിനോടൊപ്പം നിനക്ക് പോകാൻ കഴിയുമോ? അല്ല, നീ മരിച്ചാൽ അതിനു മുമ്പ് ആമേ സ്തോത്രം, നിത്യമായ കണ്ണീരില്ലാത്ത, വേദനയില്ലാത്ത, മരണമില്ലാത്ത സ്വർഗരാജ്യത്തിൽ പോകാൻ നിനക്ക് കഴിയണമെങ്കിൽ വചനം പറയുന്നു, യേശുവിൽ വിശ്വസിച്ച് നീ മുഴുവൻ സ്നാനമേറ്റ് പാപക്ഷമ പ്രാപിക്കണം. രാത്രി കർത്താവായ യേശുവേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണം, എന്നെ അങ്ങയുടെ ഒരു മകനായി മാറ്റണം, ഒരു മകളായി മാറ്റണം. ആ നിത്യമായ സ്വർഗരാജ്യത്തിൽ ജീവിക്കാൻ, എത്തപ്പെടാൻ എനിക്ക് ഭാഗ്യം തരണം. അതിനായി എന്നെ സമർപ്പിക്കുന്നു എന്ന് ഹൃദയംഗമായി സമർപ്പിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ വലതുകരം ഉയർത്തി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് രാത്രിയിൽ ആ ഉയർത്തുന്ന കരം നന്നായി ഉയരണം. വെറുതെ എല്ലാ മീറ്റിങ്ങിലും കൈ ഉയർത്തുന്നത് പോലെ ഉയർത്തുകയല്ല. നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന മഹാദൈവം നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. അവൻ്റെ മുമ്പ് ധൈര്യത്തോടെ നിന്റെ വലതുകരം ഉയർത്തി പറ, യേശുവേ, ഇന്ന് രാത്രി അങ്ങയ്ക്കായി ഞാൻ എന്നെ തരുന്നു. എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വരണേ. ഇന്ന് മുതൽ ഞാൻ അങ്ങേ എൻ്റെ രക്ഷകനായി സ്വീകരിക്കുന്നു. ആമേ, അവിടുത്തെ ഒരു കുഞ്ഞായി ജീവിക്കാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുകയാണ്. വചനം പറയുന്ന എല്ലാ വ്യവസ്ഥിതികളും അതുപോലെ അംഗീകരിക്കാൻ ഇന്ന് രാത്രി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. എൻ്റെ പാപം മായ്ക്കപ്പെടാൻ ഞാൻ സ്നാനപ്പെടാൻ തയ്യാറാണ്. ആമേൻ. പവിത്രമായ ഒരു ജീവിതം നയിക്കാൻ എന്നെ ഞാൻ ഏൽപ്പിച്ചു തരാൻ തയ്യാറാണെന്ന് ആരുടെയും ഫോഴ്സാലല്ല, പ്രലോഭനത്താലല്ല, നിർബന്ധത്താലല്ല. ഈ യേശു യഥാർത്ഥമായി വേണോ, ഈ യേശുവിനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നവർ ആ കരം നന്നായിട്ട് ഉയർത്തിക്കോ. അൻപുള്ള ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഈ സത്യവചനങ്ങളുടെ മുന്നേ കരം ഉയർത്തി നിൽക്കുന്ന ഈ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിലൂടെ എവിടെ നിന്ന് ഈ ശബ്ദം കേട്ടാലും യഥാർത്ഥമായി ക്രിസ്തുവിനായി ഹൃദയം തുറക്കുന്ന ആ പ്രിയപ്പെട്ടവരുടെ ഉള്ളത്തിലേക്ക് അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി ഇന്ന് മുതൽ അവർ ദൈവത്തിന്റെ മക്കളായി മാറാൻ, പാപക്ഷമ പ്രാപിച്ച് നിത്യതയുടെ അവകാശികളായി സ്നാനപ്പെട്ട് ദൈവരാജ്യത്തിൽ കാണാൻ ഈ ജനത്തിന് ഭാഗ്യമുണ്ടാകാൻ ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ച് നിന്റെ ദാസന്മാർ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ദൈവം അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കരങ്ങളെ താഴ്ത്തിയിടാം. ഇന്ന് രാത്രി പാസ്റ്ററെ, ഞാൻ രോഗിയായിട്ടാണ് ഇവിടേക്ക് വന്നത്. എനിക്കൊരു രോഗസൗഖ്യം വേണോ? ആമേ, അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ കടക്കെണിയിൽ അകപ്പെട്ടു പോയി, പുറത്തു വരാൻ പറ്റാതെ ഞാൻ വിഷമിക്കുകയാണ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് പറയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അല്ല, എൻ്റെ കുടുംബജീവിതം തകർച്ചയിലാണ്, ആമേ, എനിക്ക് അതിൽ നിന്നൊന്ന് കരകയറണോ? എന്തോ ഒന്ന്, ആമേ, നേരത്തെ പാസ്റ്റർ പറഞ്ഞതുപോലെ ഗോലിയാത്തിനെ പോലെ എന്തോ ഒന്ന് എൻ്റെ വീട്ടിനകത്ത് കറങ്ങുന്നുണ്ട്. അതിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണോ? ഇന്ന് രാത്രി അതിനായി എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവർ, ഒരു പ്രാർത്ഥനയുടെ ആവശ്യമുള്ളവർ പെട്ടെന്ന് ആമേ സ്തോത്ര ഈ സ്റ്റേജിന്റെ മുന്നിലേക്ക് വന്നാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. യേശുവിന്റെ കരം നിങ്ങളെ തൊടൂ. നിങ്ങളുടെ ആമേ സ്തോത്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം യേശു തരൂ. നിന്റെ രോഗത്തെ യേശു എടുത്തു മാറ്റൂ. അങ്ങനെ പ്രാർത്ഥന ആവശ്യമുള്ളവർ മാത്രം പെട്ടെന്ന് ഈ സ്റ്റേജിന്റെ ഫ്രണ്ടിലേക്ക് വരണം. ആമേ, നിന്റെ ശരീരത്തെ കെട്ടിവെച്ച ചില കെട്ടുകൾ ഇന്ന് രാത്രി ദൈവം പൊട്ടിക്കൂ. നിന്റെ കുടുംബത്തിലെ സ്വസ്ഥതയെ മോട്ടിച്ച ഇരുട്ടിന്റെ അധികാരങ്ങളെ ദൈവം തകർക്കൂ. ഇവിടെ ഒരു പാട്ട് പാടുന്ന സമയം നിങ്ങൾ മുന്നോട്ട് കടന്നു വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ആമേ, എല്ലാ കണ്ണുകളും അടച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം.